പട്ടണം ചന്തയിൽ കൊണ്ടുപോയി വിട്ടിട്ട് വേണം അരി വാങ്ങിക്കാനുണ്ട്. ഉമ്മാക്ക് വിശക്കണില്ലേ? ഇല്ല മോനെ, ഉമ്മയ്ക്ക് വിശക്കണില്ല. ഉണ്ട്, ഉമ്മാക്കും വിശക്കുന്നുണ്ട്. ഉമ്മ, ഞമ്മള് പോയി എന്തെങ്കിലും കൊണ്ടുവരട്ടാ? വേണ്ട, എന്റെ മോൻ എങ്ങും പോകണ്ട. മോൻ പോയി കിടന്നുറങ്ങണം. ഉമ്മ, ഞമ്മളൊന്ന് ബെൽഡാവട്ടെ. ഉമ്മാക്ക് ഒരു വിഷമം വർത്തിക്കൂല. എന്റെ മോനെ പഠിച്ചാൻ രക്ഷിക്കും. അമ്മച്ചി, നമുക്കൊരു തുണിയിലോ? അപ്പോഴേ അവിടെ ഇല്ലയോ? നിന്റെ പേരെന്താണ് മോനെ? ഉച്ചുണ്ണി. എന്താ ഇവൻ നല്ലവനാ. നമ്മുടെ കടയിലേക്ക് ഒരു ചെക്കൻ വേണമെന്ന് പറഞ്ഞല്ലോ, ഇവന് നിർത്തിയത്. നീ മോട്ടിക്കൂടാ? ഇല്ല. മോട്ടിച്ചിട്ടുണ്ടോ? ശരി, എന്നാ കടയിലോട്ട് വന്നേരെ. അല്ലേ, പുതിയ ജോലിക്കാരനെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ കാണുന്നതേ ഉള്ളൂ. രണ്ടാഴ്ചയായാലും വന്നിട്ട് പിടുക്കനാ പയ്യൻ. ഇതിനെ കണ്ടറിയാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ? കടങ്ങാവിപ്പം 2 ഏക്കറത്തിന് മറന്നു. കൊച്ചുണ്ണി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൊച്ചുണ്ണിക്ക് ഇവിടെ ഒരു കുഴപ്പവുമില്ല, സ്വന്തം വീട് പോലെ കഴിയുന്നുണ്ട്. അതിന് എന്നേക്കാൾ താല്പര്യം ഇവർക്കാണ്. ഇത്ര ചെറുപ്പത്തിലെ അവൻ കഷ്ടപ്പെടുന്ന കാണുമ്പോ ഉമ്മ, നമുക്കിവിടെ ഒരു വിഷമമില്ല. ദേ അവൻ പറഞ്ഞ കാര്യം നമ്മളെ പഠിച്ചും സഹായിച്ചു മോനെ. അതുകൊണ്ടാണ് നീ ഇവിടെ തന്നെ വന്നു ചേർന്നത്. എനിക്ക് നിന്റെ കാര്യത്തിലെ വിഷമം ഉണ്ടായിരുന്നുള്ളൂ മോനെ. ഇവിടെ നമ്മള് പാൻ എഴുതി വിട്ടെങ്കിലും വളർത്തിക്കൊള്ളാം. ഉമ്മ വിഷമിക്കണ്ട, നമ്മൾ വളർത്തിക്കോളാം. കൂടെ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വന്ന് മേടിക്കാൻ ഒരു മടിയും വിചാരിക്കണ്ട കേട്ടോ. ഞമ്മളെ കൂടെ ഈ പണിയൊക്കെ ഒന്ന് പഠിപ്പിച്ച അവസ്ഥാതെ. നീ ആരാ? ഇവനാ കള്ളംപരീതിന്റെ മകൻ കൊച്ചുഞ്ഞ ഗുരുക്കളെ. കൊള്ളാം. നീ കളരിപ്പയറ്റും കൂടെ പഠിച്ചാൽ ഈ ലോകം ചുട്ടുകളി. ഞമ്മക്ക് ഇതൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്. വലിയ ആശയാണ് ഉസ്താദെ. വലിയ ആശയാണ്. വലിയ ആശയാണ്. അതേ ഉസ്താദെ, പഠിക്കണ്ട. ഓം നമഃ ശിവായ. ഇടത്തേക്കാലിന് വെള്ളമിട്ട് കൂപ്പിത്തോട് പടിഞ്ഞിരുന്ന് മുട്ടുവിട്ട് മുഴുത്തുവിട്ട് കൈനീട്ടിത്തൂത് മുട്ടുവിട്ട് കൈനീട്ടിത്തൂത് മുട്ടുവിട്ട് മുഴുത്തുവിട്ട് കൈനീട്ടിത്തൂത് തൊട്ട് വന്നിട്ട് അമർന്ന് മുമ്പിട്ട് മനസ്സിലോട്ട് പറഞ്ഞ് ഇടത്തേക്കാലിന് വെള്ളമിട്ട് കൂപ്പിത്തോഴുത് വലവറ തിരിഞ്ഞ് വലത്തേർന്ന് ഇടത്തേക്കാലിന് വെള്ളമിട്ട് കൂപ്പിത്തോഴുത് വലത്തേർന്ന് ഇടത്തേക്കാലിന് വെള്ളമിട്ട് കൂപ്പിത്തോഴുത് വലത്ത് നീക്കി ചാർത്തി തൊട്ട് വന്നിട്ട് അമർന്ന് അടുത്ത് വെച്ച് വലത്തോട്ട് ചവിട്ടി വലത്ത് മാറി അടുത്തോട്ട് നോക്കി അടുത്ത് വെച്ച് വലത്തോട്ട്
മാറി എന്തൊരു നോക്കി ചാടിക്കിട്ട് ചവിട്ടി വലി ഞാൻ പറഞ്ഞു നീ പറഞ്ഞു വലത്ത് നേരെ വലത്ത് നേരെ വലപ്പുറത്ത് നീ കാണിച്ചോടി വന്നിരിക്കണം പറഞ്ഞു വലി ഞാൻ പറഞ്ഞു ഭദ്രത്ത് വീട് എന്തിനാ മരത്തമ്മ കയറിയത്? വയറ്റ് പഠിക്കാനൊക്കെ ഉണ്ട്. കീഴെ വന്ന് ചോദിച്ചാ നിങ്ങൾ പഠിപ്പിച്ചു തരുമില്ല. അപ്പൊ പിന്നെ മേലെ പോയിരുന്നു പഠിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് പഠിച്ചോടാ. എല്ലാം ഞമ്മള് തഞ്ചത്തില് മഴക്കൊമ്പിലിരുന്ന് മനസ്സിലാക്കി. ഏത്? അപ്പൊ നിങ്ങൾക്കാർക്കും വിശ്വാസം പറ്റില്ല അല്ലേ? പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കണം. പരീക്ഷ കളയാം. ശ്രീധര ആ ശ്രീധരനാ അച്യുതന്നേരെ ഉറക്കമായോ? അച്യുതന്നേരെ ഒന്നിപ്പുറത്തോട്ടല്ലേ? എന്താ രാത്രിയില്? വലിയൊരു അത്യാവശ്യമാണ്. ഞങ്ങൾക്ക് വെളുക്കുന്നതിന് മുമ്പ് സദ്യ ഒരുക്കണം. ശർക്കര ഇല്ലാതായിപ്പോയി. അതിനിപ്പോ എന്ത് ചെയ്യാനാ? വീട്ടിൽ കൂട്ടി പോയി അവൻ വന്ന് കിടന്ന് ഉറക്കു പോയി. അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു തന്നെ വെക്കും. വളരെ അത്യാവശ്യമാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഈ പാതിരായ്ക്ക് വന്ന് കിടന്ന് ഉപദ്രവിച്ചാൽ എന്താ ചെയ്യുന്നത്? കൊച്ചുണ്ണി, എടാ കൊച്ചുണ്ണി, എടാ കൊച്ചുണ്ണി, എടാ എടാ കൊച്ചുണ്ണി, എടാ ഒന്ന് എഴുതിയതാ, ഒന്ന് എഴുതിയത്. ഇതാ അവർക്ക് ഏതാണ്ട് ശർക്കരയോ ഒക്കെ വേണമെന്ന് പറയുന്നു. നീ പോയി നേരത്തെ കൂടെ. അടച്ചോലേ, താക്കോൽ എടുത്തില്ലല്ല. ഏമാനത്ത് തന്നുമില്ല, ഞമ്മളൊട്ട് ചോദിച്ചതുമില്ല. ഇനി പോയി വരാനെ കൊണ്ട് നേരെ ഒരു പാടാകുമല്ല. ഇപ്പോൾ തന്നെ സമയം ഒരുപാടായിരിക്കാണ്. വെളുക്കുന്നതിന് മുമ്പ് സദ്യ ഒരുക്കണം. നിങ്ങൾ വിഷമിക്കണ്ട. 4 തുലാണ് ഏമാനെ ചക്കരന്റെ കയ്യിലുണ്ട്. വിലയെ പറ്റിയല്ല, നീ പൊക്കച്ചാട്ടം ചാടി കൂരയും പൊളിച്ച് കളിക്കാൻ തുടങ്ങിയില്ലേ? മാപ്പ്. പക്ഷേ താക്കോലിന് വേണ്ടി വന്ന് ഏമാനെ ബേജാറാക്കി കണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഓഹോ, അപ്പൊ നീ സത്യവാനുമാണ്, മിടുക്കനുമാണ്. പക്ഷേ ഇന്ന് മുതലേ വേറെ വല്ല പണി അന്വേഷിച്ചു എന്റെ കണക്കകത്തിന് കയറുന്നത്. ഈ പറയുന്നതുകൊണ്ട് നീ വിഷമിക്കുകയും വേണ്ട, ഈ കാശിട്ട് എനിക്ക് വേണ്ട. നീ
അവൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ തെറ്റ് ചെയ്യുകയില്ല. എന്തോന്നെ ഓടി നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞില്ലയോ നീയാണെങ്കിൽ നാട്ടിലുള്ള കള്ളന്മാരെല്ലാം വളർത്തുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ? പഠിച്ചു. ഈ പണത്തിനേക്കാളും ഞമ്മക്ക് വലുത് നിങ്ങളെ മനസ്സാണ് മുക്കി. ഈ തടി മുഴുവൻ നിങ്ങളെ ചോറാണ് മുച്ചി. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് വിഷമിക്കരുത്. നമ്മൾ എന്തെങ്കിലും തെറ്റ് അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് തന്നെ. നമ്മളെ അമ്മയ്ക്ക് അനുഗ്രഹിക്കണം. നിനക്ക് നന്മ വരട്ടെ. അമ്മയ്ക്ക് വില തുച്ഛമല്ലോ, ഗുണം മെച്ചമല്ലോ, മണവും മെച്ചമല്ലോ. നല്ല സുറുമ നല്ല സുറുമ, കൊച്ചു ചിന്തൂര പൊട്ടുകുത്തി മന്ദാര കണ്ണിണയിൽ സുന്ദരി മാരണിയും സുറുമ. നല്ല സുറുമ നല്ല സുറുമ, കൊച്ചു ചിന്തൂര പൊട്ടുകുത്തി മന്ദാര കണ്ണിണയിൽ സുന്ദരി മാരണിയും സുറുമ. നല്ല സുറുമ നല്ല സുറുമ, മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാൻ. മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാൻ. മുന്നിലെത്തും പുരുഷന്റെ കണ്ണുകെട്ടി ഞൊടിക്കുള്ളിൽ പെണ്ണുകെട്ട നടത്തിക്കും സുറുമ. നല്ല സുറുമ നല്ല സുറുമ, മറുനാട്ടിലും മലനാട്ടിലും പേരുകേട്ട സുറുമ. ഒരു പല്ലുപോയ കിഴവി കണ്ണിൽ തെല്ലു സുറുമ എഴുതി. ഒരു പല്ലുപോയ കിഴവി കണ്ണിൽ തെല്ലു സുറുമ എഴുതി. മധുര യൗവനം നേടി ഒരു മാരനെ വീണ്ടും നേടി. പല്ലുപോയ കിഴവി നീലമേഘം കണ്ട് കണ്ട് പീലി നേർത്തും മയിലുപോ. നീലമേഘം കണ്ട് കണ്ട് പീലി നീർത്തും മയിലുപോൽ. നീലമേഘം കണ്ട് കണ്ട് പീലി നീർത്തും മയിലുപോൽ. ഈ ചേലുലാവും സുറുമ കണ്ട് കാമുകന്മാരാടിടും. കോട്ടയത്ത് പണ്ടൊരിക്കൽ സുറുമ വിൽക്കാൻ പോയി ഒരു കോങ്കണ്ണി പെണ്ണെന്റെ സുറുമ വാങ്ങിച്ചു. ഉണ്ടായ കണ്ണിലിത് 2 ദിനം എഴുതിയപ്പോൾ തണ്ടുലയും താമരകൾ കണ്ടു കണ്ണിലാകെ. ആരിക്കു വേണം സുറുമ ആരിക്കു വേണം, ആരിക്കു വേണം സുറുമ ആരിക്കു വേണം. ചുരുക്കത്തിലൊരു ദിനം കൊല്ലത്തണഞ്ഞു ഞാൻ തിരക്കിട്ട് തെരുവിധി തെണ്ടുമ്പോൾ. കണ്ണാടിക്കാരിയൊരുത്തി സുന്ദരി മണി വന്നെത്തി. കണ്ണിൽ ഞാൻ സുറുമയിലെഴുതിച്ചു. എന്നിട്ടല്ലോ കാലത്തെ കണ്ണാടി ഞാൻ മാറ്റിച്ചു. കണ്ണൂരു ചെന്നപ്പോ പെണ്ണൊരുത്തി കടം വാങ്ങി നമ്മുടെ സുറുമ കണ്ണിത്തെറ്റ്. മയ്യത്ത കിടന്നൊരു പുരുഷനപ്പോ അയ്യാ എന്നെഴുന്നേറ്റ് കൂടെ വന്നു. വടകരയിൽ ഞാൻ വഴി നടക്കുമ്പം അടിപിടി നടക്കുന്നു. മുതുകിഴവിയും ചെറുയുവതിയും കരിമഷി ഇത് വാങ്ങാൻ, കരിമഷി ഇത് വാങ്ങാൻ. നാടായ നാട്ടിലെല്ലാം നാളികലോചനമാർ വിടും കുടിയും വിറ്റും സുറുമ വാങ്ങിക്കും. വാങ്ങുവിൻ സുറുമ വാങ്ങുവിൻ, വാങ്ങുവിൻ സുറുമ വാങ്ങുവിൻ. ൂരായാലതിൽ വീട് വേണം, ഒരു വീടായാലോരാണ് വേണം. ആണായാൽ കൂടെ പെണ്ണ് വേണം, ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം, ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം. നല്ല സുറുമ നല്ല സുറുമ, കൊച്ചു സിന്ദൂര പൊട്ടുകുത്തി മന്ദാര കണ്ണിനയിൽ സുന്ദരി മാരണിയും സുറുമ. എന്നെ അറിയാമോ? അറിയാൻ മേലായി.
എന്തുകൊണ്ട് അറിഞ്ഞൂടാ? ഓച്ചിറപ്പാച്ചുള്ള ദേഹം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് കേട്ടിട്ടില്ല? എന്ന് ചോദിച്ചാലെ കൊണ്ട് ഞമ്മക്ക് ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ നീ കറങ്ങും. ആ കാണുന്ന വലിയ കൊട്ടാരത്തിൽ സ്വാതിയിരുന്നാൽ പൊന്നമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി ഇരിക്കുകയാണ്. അതുകൊണ്ട് നീ പാട്ടും കൂത്തൊക്കെ നിർത്തിയിട്ട് ഇവിടുന്ന് അങ്ങ് ഓടിക്കോ. ഇവിടുത്തെ പൊന്നമ്പുരാൻ പെരുത്ത് സംഗീതക്കാരനാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്ന് പാടിപ്പോയെന്ന് വിചാരിച്ചൊരു കുഴപ്പവും ഇല്ല. പൊന്നമ്പുരാന്റെ പാട്ട് ശാസ്ത്രീയമാണാ. അതുപോലെയാണ് നിന്റെ ഊപ്പ പാട്ട്. ഇവിടെ ഒന്നും പാടിയാറാണ് പറ്റുള്ളൂ മോവാ. ഈ പരമദ്രോഹിയാണെന്നേ കയ്യോടെ തിരുമ്പിൽ ആദ്യമാക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. പഠിച്ചോനെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പരമ്പരായി ഞാൻ നേരത്തെ പറഞ്ഞോ. പൊയ്ക്കോ. അങ്ങനത്തെ ഇനി അങ്ങനത്തെ വിളിച്ചോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പാവം നല്ലൊരു കൊച്ച. പാച്ചുള്ളവനാണ് ചവരം. ഒറ്റശൂദ്രനും കയറിട്ട കാള പശുവും യാത്രാമുഖേ ശോഭനം. ഇനിയിപ്പൊ എന്തോ ചവനം. ഞാൻ രണ്ടും കളിച്ച് ഇറങ്ങിയതാണ്. അയ്യോ ഞാനിപ്പോൾ എങ്ങോട്ട് പോകണു? ഇതെന്റെ ഒടുക്കലത്തെ പോക്കാ പാച്ചുള്ളണ്ണ. എന്റെ അമ്മേ, ഇങ്ങനെ അസൂയ പിടിച്ച പരീക്ഷകളുണ്ടോ? തിരുവനന്തപുരം അല്ലയോ ജാനകി? നമുക്ക് കൊട്ടാരം അടിച്ചതലി വേണ്ടണ്ണ. സംഗതി എന്റെ പൊന്നു ജാനകി, നീ പോയാല് ഞാൻ മോശം പറയല്ല. തിരുവനന്തപുരത്തിന്റെ ഐശ്വര്യം അങ്ങ് മറയത്ത് പോട്ടെണ്ണ. അണ്ണൻ അറിഞ്ഞോ ഇവിടുത്തെ ജനസംസാരം? ഇവിടുത്തെ ഓരോരുത്തരും പറയാണ് സർവാധികാരി സ്വാമിയാണ് പോലും എന്റെ ഗുണദോഷക്കാരൻ. ശ്രീപത്മനാഭ, ഈ പറയുന്നവന്റെ തല ഇടിത്തി വീണേ. പക്ഷെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. സ്വാമി മോശക്കാരനല്ല, ആളൊരു ജഗജില്ല. അയ്യോ അണ്ണാ, ദൈവദോഷം പറയരുതേ. സ്വാമി ശുദ്ധനാ, വെറും വർത്തമാനമേ ഉള്ളൂ. ഇന്നലെ എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഏണ്ടി ജാനകി നാൾ പോക പോക നല്ല ശവശവാണ് ഗമ്മെന്നിരിക്കേന്ന്. ആണ്ട കിടക്കുന്നു ഗമ്മെന്ന്. പിന്നെ പാപ്പാടി കുഞ്ഞുമണിക്കര ദേഹം എന്നെ ഇവിടെ കൊണ്ടുപോകും എന്ന് പറ. ആ നന്ദി നിനക്ക് വേണം. ഓ നന്ദി. പാപ്പാടി കുഞ്ഞുമണിക്കര അദ്ദേഹം എന്നെ കൊട്ടാരം അടിച്ചു കളിക്കാരിയാ. സമ്മതിച്ചോ? പക്ഷേ ആ പണിക്കരെ ഞാൻ തഹസിൽദാരും ആക്കി. അവിടെ വിടണ്ണ. എന്റെ ഓച്ചിറ പരബ്രഹ്മമേ, നീയാണോ അത് വഹിച്ചു കൊടുത്തത്? ഈ വാഴപ്പള്ളി പെണ്ണ് വിചാരിച്ചാലേ എന്തും നടക്കും. അങ്ങനത്തെ പൊന്നമ്പുരാൻ തിരുമനസ് കൽപ്പിച്ചെന്ന സമ്മാനമാണ്. കിട്ടിയോ? നിന്റെ പാട്ട് കേട്ട ആരാ മഴങ്ങാത്തത്? പൊന്നമ്പുരാൻ കരുണാമൂർത്തിയല്ലയോ? ഞാനൊരു ഏഴും കോളും ഒക്കെ ഒപ്പിച്ച് വച്ചിരിക്കായിരുന്നു വേണ്ടി കേട്ടോ. നീ കോളം അടിച്ചല്ലേടാ മുതലാളി. ഞമ്മ മുതലാളി ഒന്നല്ല. എനിക്ക് നീ മുതലാളിയാ. മുതലാളി ഇതിനെ കണ്ടപ്പോ തൊട്ട് എനിക്കൊരു അങ്ങനത്തെ ആദ്യം കൈയിരിക്കരുത്. എനിക്ക് ഉള്ളി കളങ്കമില്ല. ആവശ്യമുള്ള നേരിട്ട് ചോദിക്കും. വെള്ളം കുടിക്കാൻ എന്തെങ്കിലും തരാതെ ഞാൻ മുതലാളിയെ വിടത്തില്ല. അങ്ങനത്തെ നമുക്ക് പെരുത്ത് ദൂരം പോകാനുണ്ട്. ഞമ്മ പോട്ടെ. വടക്കോട്ടോ തെക്കോട്ടോ? വടക്കോട്ട്. എന്ത് കായംകുളം ഒഴിക്കോ? ഇയോടാ പൊന്നും കൊടുത്ത് സുർമ നിന്നെ തട്ടിക്കളയുമല്ലോടാ. അവിടെ ഭയങ്കരമുണ്ട് കായംകുളം കൊച്ചുള്ളി. പടച്ചോന്റെ തുണയുണ്ടെങ്കിൽ ഞമ്മക്കൊരു കുഴപ്പം വരൂല. പടച്ചോനെ വരെ ലാക്കിന് കിട്ടിയ അവൻ തട്ടും. അത്ര ഭയങ്കരനാ കായംകുളം കൊച്ചുള്ളി. ഏതായാലും ഞമ്മ ആ വഴിക്ക് തന്നെ പോകും. അല്ല എടാ പരമ എത്തി, കായംകുളം വഴിക്കല്ലേ പോകുന്നത്? കൊച്ചുള്ളി തട്ടിക്കോളും. പിള്ളേരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം വലിയ കഷ്ടപ്പാടാണ്. നേരാ, പൊതുവെ ഇപ്പോ എല്ലാവർക്കും കഷ്ടപ്പാടാണല്ലേ. അത് ഞാൻ ജീവിച്ചിരുന്നപ്പോ ഇവിടെ കുറച്ച് പണം കൊണ്ടുവന്ന് തന്നിരുന്നു. അത് മൂത്ത മകളുടെ കല്യാണത്തിന് വെച്ചിരുന്നത്. എന്റെ മക്കൾ തന്നോ? ഒരു ചില്ലിക്കാശ് പോലും എന്റെ മക്കളാരും തന്നിട്ടില്ല. അല്ലക്ക് വീട് മാറിപ്പോയതായിരിക്കും. പൊന്നുമാളാരെ അങ്ങനെ പറയരുത്. എന്റെ മകളെ കെട്ടിക്കാനുള്ള പണം മകളെ വേണമെങ്കിൽ ഞാൻ കെട്ടിക്കോളാം. പക്ഷെ ഈ കെട്ടിയതുകളൊന്നും പറയണ്ട കേട്ടോ. ഇവിടെ ആരും പണവും തന്നിട്ടില്ല, ഞാനൊട്ട് വാങ്ങിയിട്ടുമില്ല. കൊള്ളാമല്ലോ, വയസ്സ് കാലത്ത് പണി കൊള്ളാമല്ലോ. കാലിത്തള്ളയുടെ പണവും നമ്മുടെ വെട്ടി.
ആണെന്ന് നമുക്കറിയാം. കായംകുളം കൊച്ചുണ്ണി എന്നൊരു പകയനുള്ളതായി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ കണ്ടോളിൽ ഞങ്ങളാണ് കായംകുളം കൊച്ചുണ്ണി. കൊച്ചുണ്ണിക്ക നമ്മളെ കൊല്ലരുത്. നോക്കി പൊന്നതമ്പര തിരുവനന്തപുരത്ത് നമ്മുടെ പാട്ട് കേട്ടത് സമ്മാനമാണ് ഇതൊക്കെ. ഇക്ക നിങ്ങൾ എല്ലാം എടുത്തോളി, നമ്മളെ വിട്ടാ മതി. നമ്മൾ പോണം. നീ പാട്ടും പാടില്ല, ഉപായത്തിലൊക്കെ പാടുവെക്ക. എങ്കിൽ പിന്നെ ഓനെ തട്ടാണ്ടിരിക്കാൻ പറ്റില്ല. അതല്ല കാക്ക വെച്ച് നിസ്കരിക്കണം. അയ്യോ, നിങ്ങൾ മുതൽ കയ്യിലെടുത്തോളി. നിങ്ങൾ ആരായാലും പഠിച്ചോ നിങ്ങളെ തുണയ്ക്കും. നിങ്ങൾ വന്നില്ലായിരുന്നു ഈ കൊച്ചുണ്ണി നമ്മളെ കൊന്നളയായിരുന്നിക്ക. ഇവനാണാ കൊച്ചുണ്ണി? അല്ല, നമ്മളാ കടുവാച്ചേരി കുഞ്ഞാമുതിന്റെ മോമാവയ. അയ്യോ, അറിഞ്ഞു കേട്ടപ്പോ ഞമ്മ പേടിച്ച് അന്തം വിട്ടുപോയിക്കാം. കൊച്ചുണ്ണി എന്ന് കേട്ടാ നിങ്ങൾക്ക് പേടിയാണ്. കൊള്ള, നമ്മുടെ തൊണ്ടയിലെ ഉണക്ക് ഇതുവരെ തീർന്നിട്ടില്ല. കൊച്ചുണ്ണി ഒരു മനുഷ്യനാണപ്പാ. പണക്കാരന്മാർക്ക് അവൻ ഭയങ്കരനാണ്. പക്ഷെ നിങ്ങളെ പോലെയുള്ളവർക്ക് ചങ്ങാതിയാണ്, ചങ്ങാതി. അപ്പോ നിങ്ങളുടെ പേര്? ഖാദർ. ഖാദർ. ദേശം? അങ്ങ് പടക്ക് കൊച്ചിയില. നിങ്ങൾ ഭയപ്പെടണ്ട. കൊച്ചുണ്ണി എന്ന് പറഞ്ഞവൻ ഞമ്മളാണ്. പോലീസിന്റെ പരമാണ്. ഓടിക്കട നോക്കുക. നിങ്ങൾക്ക് ബസ്സിക്കലുണ്ടാ? വരി. ഇതാണ് ഞമ്മടെ കുണി. ഐസ, ഉള്ള ഐസ, ഇങ്ങോട്ട് വരി, കുത്തിരിക്ക്. അത് ഞമ്മടെ ആളാണപ്പാ. ഇങ്ങോട്ട് വരമില്ല. അവർക്കില്ലേ അതെ, ഇങ്ങോട്ട് വരയുന്നേ. ഐസ, എന്താണപ്പാ ഇത്? വരി. അങ്ങനെ ഇവര് ഒരു വലിയ പാട്ടുകാരനാണ്. ഈ പെണ്ണുങ്ങ കണ്ണിലെയ്യുന്ന ശുറുമയുണ്ടല്ല, ശുറുമ, അത് വിക്കലാണ് ഇഷ്ടന്റെ തൊഴിൽ. ഇത് പിടികെട്ടിയിരിക്കുമല്ല. ഞമ്മടെ കെട്ടിയവളാണ് ആയിഷ. മനസ്സിലായി. അവൾ ഇപ്പോഴോ ചെറുപ്പമാണ്. നിങ്ങൾ വിളിച്ച എന്തിനാണെന്ന് പറയും. പിള്ളേ, ഇവര് പെരുത്ത് ദൂരെ യാത്ര ചെയ്ത് വന്നതാ. കുടിക്കാനെ കൊണ്ട് വല്ലതും വേണം. കുടിക്കാനെ കൊണ്ട് മാത്രമല്ല, തിന്നാനെ കൊണ്ടും വല്ലതെന്താ. നബീസ ഇക്കാക്കാൻ തിന്നാനെ കൊണ്ട് നല്ല കയ്യാൽക്കരി മത്സ്യന് പുഴിഞ്ഞു വെച്ചിട്ടുണ്ട്. കൊണ്ടുവരട്ടെ? കൊണ്ടുവരി. ചമ്മന്തിയുടെ വേണം കേട്ടാ. നബീസ ആരാണെന്ന് അറിയാവാ? പിന്നെന്താണ് ചോദിക്കാത്തത്? ആരാണ്? ഞമ്മളെ കൂടെ പുറപ്പാട് നല്ല ഇനിയും പാട്. നബീസ, ഓ നബീസ. അവളിവിടെ ഇല്ല. ആദ്യം തീറ്റ പിടിക്കാനെ കൊണ്ടുപോയി. അങ്ങോട്ട് തരി. അവളെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാമെന്ന് വിചാരിച്ചു. ഇതാ, അവള് വരാനെ കൊണ്ട് പെരുത്ത് നേരാവും. ഈ പടശോനെ സമ്മതിക്കണോപ്പ. എന്താണെന്ന് ചോദിക്കി. എന്താണ്? ഈ ദുനിയാവിന്റെ അകത്ത് കാന്താരി മുളക് പടച്ചതിന് കണ്ടു പോരുമ്പോൾ എന്നെ കാമദേവൻ കൺമുനയാൽ
പോയി പുള്ളിക്കാരത്തിന്റെ വരവ് തഹസിൽദാരുടെ വള്ളത്തിലായി. പെണ്ണുരുമ്പത്താൽ എന്താടി നടക്കാത്തത്? വേണ്ടി വന്നാൽ അവള് തമ്പുരാന്റെ പല്ലക്ക് വരെ എഴുതുന്നു. തമ്പുരാട്ടി ഇല്ലയോ തമ്പുരാട്ടി? എന്താടി നിങ്ങൾക്ക് ആർക്കും സഹിക്കുന്നില്ല അല്ലേ? എന്റെ അമ്മ ഇങ്ങനെ അസൂയെ കുറിച്ച് പെണ്ണുങ്ങളുണ്ടോ? ഞാൻ താസിൽദാരെ വള്ളത്തിലൊന്ന് ഇറങ്ങിയത് നിങ്ങൾക്ക് ആർക്കും പിടിച്ചില്ല അല്ലേടി? പോടി, നിന്നെക്കാട്ടി വലിയവളെയൊക്കെ ഞങ്ങൾ കണ്ടുള്ളൂ. പോടി പോ. പേടിയാ എനിക്കാ? ഇത് പെണ്ണ് വേറെയാണ്. മാറിയിരിക്കണം. അപ്പൊ ഞമ്മൾ ആരാണെന്ന് അറിയാവാ? നിന്റെ തണ്ടയുണ്ടല്ലോ കടുവാറ്റൊരു കുഞ്ഞാവത്, അവനാണ് എനിക്കറിയാം. പോടാവിടുന്ന്. അപ്പൊ ഞമ്മളാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞാലെ കണ്ട് ചോദിക്കില്ല അല്ലേ അക്ക? അക്കയോ? ഏത് മുറയിലാണ് അക്ക? അപ്പൊ നിങ്ങൾ മുറ പറഞ്ഞാല് എന്താണ് എന്താണെന്ന് പെശകാണല്ല പിള്ളേ, കാര്യം കൂടാണ്ടുള്ള ഈ ശിരിപ്പ് പെരുത്ത് പെശക. ഈ ഇടായൊന്ന് കൊഴുത്തിട്ടുണ്ട്, നല്ല നിറവും വെച്ചിട്ടുണ്ട്. ഞമ്മടെ കാര്യമാ നിങ്ങളുടെ കാര്യമാ? കല്യാണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. അതിരിക്കട്ടെ, നിങ്ങൾ ആ തഹസിൽദാരെ ബെഞ്ചിലല്ലേ വന്നത്? കെട്ടിയല്ലോ എങ്ങനെയാ? നല്ല കട്ടിങ്ങനെ അല്ലോട് തന്നെയാണോ? പടച്ചോന്റെ കൃപ കൊണ്ട് ഞമ്മളെ കെട്ടികൾക്ക് ഒരു കുറവില്ലപ്പ. അതിരിക്കട്ടെ, പാവങ്ങളെ ശതിച്ചും വഞ്ചിച്ചുമല്ലേ നിങ്ങൾ തഹസിൽദാരെ പണം പാരി കൂമ്പാരം കൂട്ടുന്നത്? അദ്ദേഹത്തിന് നല്ല കാലം വന്നു. നല്ല കാലമാ? അല്ല പിള്ളേ, കൊല്ലക്കാലം എന്ന് പറയും. ഇന്നല്ലെങ്കിൽ നാളെ ഈ പാടില്ലാതെ ചെയ്യുന്നവര് പാവങ്ങളോട് കണക്ക് പറയേണ്ടി വരും. നിങ്ങൾ കണ്ടോളി. എനിക്കതല്ല, ദീപപ്പനായ സ്വാമി എന്നെ എഴുന്നള്ളി ഒന്ന് നിന്നാലും വന്ന സ്ഥിതിക്ക് ആ ഒന്ന് വർദ്ധിച്ചു പോണം. ഞാന് മുതലാളിയെ കണ്ടോടനെ അങ്ങ് വർത്തമാനം പറഞ്ഞ് നിന്നുപോയത് കണ്ടോ? വല്ലപ്പോഴൊക്കെ ഒന്ന് വാഴപ്പള്ളിയിലോട്ട് വരണേ. ഇനി പെരുത്തവനെ ഇവിടെ നിൽക്കുന്നത് ആപത്താണ് പിള്ളേ. നിങ്ങൾ ഒറ്റയ്ക്ക് പോവുക, നമ്മൾ വേണമെങ്കിൽ കൂട്ടിന് വരാം. കൊള്ളാളിക്ക് വേണമെങ്കിൽ ഞാൻ കൂട്ടിന് വരാം. അതല്ല പിള്ളേ, ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് കാഞ്ഞൂർ കാവ്. ഈ കാവിലെ യക്ഷിയാണ് ഞാൻ. എന്നാ നടന്നോളി. പോയി. ഏത് ജാതിക്കാരനായാലും മനുഷ്യപ്പറ്റുള്ളവരാ. നമുക്ക് പണക്കാരായ ബന്ധുക്കളുണ്ട്. എന്താ പണം? ഇന്ന് വല്ലതും തന്ന് സഹായിക്കുന്നത് ആ കൊച്ചുണ്ണി മാത്രമേ ഉള്ളൂ. കൊച്ചുണ്ണിയാണ് ഈ വീട്ടിലെ ചെലവ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ തൂങ്ങിച്ചാവണം. അവന്റെ ജാതി ഏത്, മതം ഏത്? ഇത് തറവാട് വേറെ കുറ്റിച്ചല്ലേമാന്മാരുടെ പരമ്പരയാണ് ഈ ശേഖരപിള്ള. പിന്നെ ഇപ്പം ക്ഷയിച്ചു പോയി. പക്ഷേ തറവാട്ട് മഹിമയുണ്ടല്ലോ, അത് ചുടല വരെ കാണും. ഓ, ഇത്ര കുറച്ചിലാണെങ്കിലും കൊച്ചുണ്ണി കൊണ്ടുതരുന്നത് വാങ്ങുന്നത് എന്തിനാ? പക്ഷെ രഹസ്യമായിരിക്കണവിടെ. തറവാട്ട് മഹിമയും നോക്കണം. നീ അരി കൊണ്ട് അകത്ത് നിന്ന് വെക്ക്. അയൽവക്കത്തെ ദാരിദ്ര്യവാസികൾ കണ്ടാൽ മതി. ഉടനെ നാഴി വേണം, ഇരുന്നാഴി വേണം. തപ്പുവിട്ടാ പിള്ളേരുമായിട്ട് കളിക്കുക.
നമ്മൾ മുണിയേറെ ഇങ്ങനെ നിന്നേരാം. നോക്കി വരച്ചോടി. മോനി പരപ്പ് നിർത്തരുത്. പറിച്ച് 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 ഈ ദുനിയാവിന്റെ അകത്ത് വലിയ പരപ്പുകാരനാവണം കേട്ടാ. നിങ്ങൾ എന്താണ് പമ്പര കളിക്കാത്തത്? വരി വരി, നിങ്ങൾ എന്താണ് പേടിച്ചു പോണത്? വരി വരി. പിള്ളേ അല്ലേ മുതലാളിയോ? മുതലാളിയോ? നമ്മൾ മുതലാളിയൊന്നുമല്ല. ഇങ്ങോട്ട് വരി. നിങ്ങൾ എന്താണ് ഇങ്ങോട്ട് വരിപ്പാ. നിങ്ങൾ എന്താണ് വെള്ളത്തിൽ വീണ കോയിനെ പോലെ ഇങ്ങനെ കൊണ്ടുവരി. ഇതിലൊരു പഴക്കൊല നമുക്ക് ചുമ്മാ വേണ്ട, നമ്മൾ കായ് തരാം. ചുമ്മാതെ തമാശ പറയില്ല മുതലാളി. കല്യാണപ്പള്ളി തിരുമേനിയുടെ വകയാ. തിരുമേനിക്ക് എന്തിനാണപ്പോ ഇത്ര പെരുത്ത് കൊല? ഒന്ന് തരി, ഞമ്മക്കല്ല ഈ പിള്ളേരിക്കാണ് കേട്ടാ. പിള്ളേർ തന്നെ എടുത്ത് തിന്നെ. നിങ്ങൾ തിന്നെയെന്ന് എടുത്ത് തിന്നെ, എടുത്ത് തിന്നെ. ചുമ്മാ തിന്നെ, ചുമ്മാ തിന്നെ. ഇട്ടൊക്കെ വരി മരി മരി. അടുത്ത് വരി. നബീസ, എന്തിനിങ്ങോട്ട് വന്നു? സുറുമപിക്കാൻ. ഇവിടെ ആർക്കും സുറുമ വേണ്ടല്ലേ? ശരിയാണ്, ഈ കണ്ണിന് സുറുമ വേണ്ട, അത്രയ്ക്ക് കറുപ്പാണ്. ആഹാ, സന്തോഷം. പോയാട്ടെ. സന്തോഷം ഞമ്മക്കുണ്ട്, പക്ഷെങ്കിൽ പോകാനെ കൊണ്ട് ഞമ്മക്ക് മനസ്സ് വരണില്ല. എന്നാ പിന്നെ ഇവിടെ നിന്നോളി. നബീസ നിൽക്കണം. അതിന് ചിരിക്കണ എന്തിനെ? കരയാൻ വശമില്ലാഞ്ഞിട്ട്. പടച്ചോനെ, കരളിന്റെ അകത്ത് വെച്ചാലും എടുത്തോണ്ട് പോവല്ല. നബീസ, പുള്ള നബീസ, 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 നബീസ. ദഹിത്താത്ത വിളിക്കണ്, ഞാൻ പോണു. പുള്ള നബീസ, ആറ്റിന് തീറ്റി പിടിക്കാൻ പോയിട്ട് പേർക്ക് നേരമായല്ല പിള്ളേ. ഉണക്ക കാലമായതുകൊണ്ട് മരത്തിൽ ഒരു ഇല പോലും ഇല്ല. കാണില്ല കാണില്ല. ഈ വേലും നമ്മളൊക്കെ വേണ്ട കേട്ടാ. നിങ്ങളും മനസ്സിന്റെ അകത്ത് ഏതാണ്ടൊക്കെ വെച്ചോണ്ട് ഭർത്താനും പറയേണ്ടിരിക്കും. ആ സുർമാക്കാരൻ പാത്തും പതുങ്ങിയും ആ പ്ലാമോട്ടിലേക്ക് കയറി വരണത് കണ്ടല്ല പിള്ളേ. അവിടെ ആരും വന്നില്ല. നബീസാന്റെ ഇക്കാക്കാന് ആ സുർമാക്കാരനോട് പെരുത്ത് കൂറാണ്. നിങ്ങൾ ഇങ്ങോട്ട് പാട് നോക്കി. ഇല്ലാവശനം പറഞ്ഞ് കൊല്ലാപ്പുണ്ടാക്കണ്ട. എന്ത് പിള്ളേ, ഇല്ലാവശനമാ? ആണ്ട് പറഞ്ഞങ്ങ് നടത്തുമല്ല. നമുക്ക് ഈയിടെ ഒന്നും വേണ്ട. നമ്മുടെ മോശത്തേക്ക് പറയും. ഈ പരുവത്തില് ടെന്റിന്റെ അകത്തുള്ള പടപടപ്പ് ഈ ഐസാക്കി വിളിച്ച് അറിയാൻ പിള്ളേ. അത് പിടി. ആണ്ട് പിറന്നങ്ങനെ വരുമല്ല. വെള്ളക്കുതിരപ്പുറത്ത് മുല്ലപ്പൂ മണത്തോടും മുരിക്കൻ പൂ നിറത്തോടും ഒരു പുതുമാരൻ. അന്നേരം ഒലിക്കാരനും ലബ്ബയും സാഹിബുമാരും പുതിയ പ്ലേസ് ചേർന്ന് ചടങ്ങ് തീർന്നിട്ട് മണമുറിയിലോട്ട് വരുമല്ല. ആരേ? പുതിയാപ്പിള. ഞമ്മക്കൊന്നും കേക്കണ്ട, ഞമ്മള് പോണു. പോവിള്ളേ. ഏത് കുരുത്തം കെട്ടവന്റെ പടമാണ് നീ നിറഞ്ഞ വീട്ടിൽ വരച്ചു വെച്ചിരിക്കുന്നത്? എന്താണ് പിള്ളാച്ച ഇവിടെ ഒരു ബഹളം? അല്ല, ഇതാരും മുതലാളിയോ? വല്ലതുണ്ടെങ്കിൽ ഇങ്ങോട്ട് കുറച്ചയച്ചാൽ മതിയായിരുന്നല്ലോ. മുതലാളി എന്തിനാ ബുദ്ധിമുട്ടിയത്? ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടു? മോൻ എന്തിനാണ് കരഞ്ഞത്? ഈ പടം വരച്ചാൻ അച്ഛൻ എന്നെ തല്ലി. മുതലാളി കണ്ടൊന്ന് പറ. കരിക്കട്ട കൊണ്ട് ചുമരെല്ലാം ഇങ്ങനെ വൃത്തികേടാക്കിയാൽ നിങ്ങളുടെ ഒരു ചുമര് കൊട്ടാരമല്ലേ? കൊട്ടാരം. നമ്മുടെ പടവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് പിടിക്കില്ല. ബസ് കുറച്ചിലാണ്. നിങ്ങൾക്ക് കുറച്ചില്ല, നമ്മൾ നിർത്തിയില്ല.
തോമാച്ചു എന്താണല്ലേ? ഒന്നിങ്ങോട്ട് വന്നേ. എന്താണ് കാര്യമെന്ന് അവിടെ നിന്ന് പറഞ്ഞേച്ചാ മതി. ഓ എനിക്ക് വയ്യ, നാശമായല്ലോ. എന്താണെന്നല്ലേ? പങ്കജാക്ഷി 10 ദിവസമായി പനി പിടിച്ചു കിടക്കുന്നു. 10 ദിവസം തന്നെ കിടന്നുള്ളൂ. ചില പനി വന്നാ 10 മാസം കിടന്നു വരും. എലിക്കുഴി വൈദ്യർക്ക് 5 പണം കൊടുത്താൽ ഒരു കഷായം തരാമെന്ന് പറഞ്ഞു. തരും തരും, വാക്ക് പറഞ്ഞാൽ അതുപോലെ പാലിക്കുന്നവരാണ് എലിക്കുഴി വൈദ്യൻ. മോളെ കുഞ്ഞമ്മേ, തോമാച്ചനൊരു 10 പണം തരണം. കർത്താവേ, പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഞാൻ തന്നെ ഇവിടേക്ക് നഷ്ടം തിരിയാണല്ലേ. അപ്പച്ചൻ തമ്മ മടിശീല അടിച്ചെണ്ണി 1010 പണം വന്നു. ഈ വിളക്ക് പണയം എടുത്ത് ഒരു 10 പണം തരണം. ഇത് വെള്ളോളല്ലല്ലേ, ഇതിന് 10 പണമൊന്നും കിട്ടത്തില്ല. വേണമെങ്കിൽ ഒരു 8 ചക്ക തരാം. ആ ഉള്ളത് തരി. മോളെ, ഇതടക്കാതെ തോന്നിയ വെച്ച് 2 പണം ഇങ്ങനെ എടുത്തിട്ടു. കഷ്ടമല്ലേ അപ്പച്ച? എന്നൊരു കഷ്ടം. ഈ വല്യമ്മയ്ക്ക് ആകെ കൂടിയുള്ളൊരു മുതലാണ് ഈ വിളക്ക്. പാവം, കണ്ണില്ലാത്ത തള്ള. അതാണ് പറഞ്ഞത്. പുള്ളിക്കെന്തിനാണ് വിളക്ക്? പറഞ്ഞാ പറഞ്ഞോളം കേട്ടോളൂ. സ്വാമി, ഇത്തിരി ചൂടുവെള്ളം തരും സ്വാമി. തീരെ പാടില്ല. മനുഷ്യനാ സ്വാമി. മാറല്ലാന്ന് പാത്താ തരുന്നത് കിഴി ചാറ്റാക്കുന്ന ഒന്നും കറിയാതെ തൊണ്ട വരണ്ടിട്ടാണ് സ്വാമി. കുറച്ച് ചൂടുവെള്ളം തരും. മന്ത്രം വന്നാതെ കോളം മന്ത്രം ரொம்ப മോശം. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നുപോലെയാണല്ല. ഇവർക്കൊരു ചായ കൊടുക്കും. അത് എപ്പടി കൊടുക്കും ചെയ്യും? ഞമ്മളാണ് പറയുന്നത് ചായ കൊടുക്കാൻ. സ്വാമി, മേൽജാതിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലെ കൊണ്ട് ബലിയവനാവില്ല. നോക്കി, നിങ്ങൾ മുറുക്കി കുത്തിയിരിക്കണല്ല. പിന്നെ മനുഷ്യരെല്ലാരും ഒന്നാണെന്ന് കരുതിയാല് ഈ കായംകുളത്ത് കയ്യ. ഇതാണ് നിങ്ങളുടെ കായ്. വഞ്ചിക്കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ. പാതി നിർത്തിയതെന്താണ്? പാതി നിർത്തിയതെന്താണ്? ആറ്റുവഞ്ചിക്കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ. പാതി നിർത്തിയതെന്താണ്? പാതി നിർത്തിയതെന്താണ്? കളിരുമരം ചോട്ടിൽ വെച്ച് തുളസി വെറ്റില നുള്ളുമ്പോ, കളിരുമരം ചോട്ടിൽ വെച്ച് തുളസി വെറ്റില നുള്ളുമ്പോ വളകിലുക്കി വഴിയിലെന്നെ വിളിച്ചു നിർത്തിയതെന്താണ്? വിളിച്ചു നിർത്തിയതെന്താണ്? ആറ്റുവഞ്ചിക്കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ. പാതി നിർത്തിയതെന്താണ്? പാതി നിർത്തിയതെന്താണ്? വിരുന്നു വന്നപ്പോൾ അറയിൽ നിന്നും വിരിഞ്ഞ താമര കണ്ണാലെ ഒളിഞ്ഞു നോക്കി ഒരു പുതിയ കഥ പറഞ്ഞതെന്താണ്? കഥ പറഞ്ഞതെന്താണ്? ആറ്റുവഞ്ചിക്കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ. പാതി നിർത്തിയതെന്താണ്? പാതി നിർത്തിയതെന്താണ്? കാറ്റ് വന്നെന്റെ കഥകിൽ തള്ളുമ്പോൾ ഓർക്കും ഞാൻ നിന്റെ കാലൊച്ച. കാട്ടു ചമ്പകം പൂട്ടു നിൽക്കുമ്പോൾ ഓർക്കും നിന്നുടെ പൂമേനി. ഓർക്കും നിന്നുടെ പൂമേനി. പാട്ടിലെന്നെ പിടിച്ചു വെച്ചത് നാട്ടിലൊക്കെ പാട്ടായി. പാട്ടിലെന്നെ പിടിച്ചു വെച്ചത് നാട്ടിലൊക്കെ പാട്ടായി. പട്ട് തട്ടവും
ഇട്ടൊരു നാൾ കൂടെ വരൂ കൂട്ടായി, കൂടെ വരൂ കൂട്ടായി. ആറ്റുവഞ്ചിക്കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ. പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്? എന്നെ കൊല്ലുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. എന്റെ കയ്യിൽ പൊന്നും പണവും ഒന്നും തന്നെയില്ല. ഒന്നുമില്ലല്ലേ? ഒന്നുമില്ലേ? നിങ്ങളൊരു നല്ല മനുഷ്യനെ കൊല്ലാനെ കൊണ്ട് ഒരുങ്ങുകയാണല്ലേ? നമുക്ക് നല്ല ചീത്ത നോക്കിയാനെ കൊണ്ട് നമ്മുടെ തൊഴിൽ നടക്കൽ ഉത്താതെ ഈ നീണ്ട കുപ്പായവും താടിയും കണ്ടോടാ നമുക്കുകളെ. ഇവരൊരു അച്ഛനാണ്. പടശുവിന്റെ മഹിമ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ്. ഈ മേത്ത് തൊട്ടാലെ കൊണ്ട് ആ കൈ വെട്ടി ഞാൻ കായലെറിഞ്ഞളി. ആ മുക്കുകളെ അച്ഛാ, ഇവന്മാരെ അക്രമം അച്ഛൻ മറന്നു കളയണം. ഞമ്മളെ മാപ്പാക്കണം. മകനെ, കള്ളനെന്നറിയപ്പെടുന്ന നിന്നിലെ സത്യവാന നാം കാണും. ഇതാ എന്റെ ആകെ കൂടിയുള്ള സമ്പാദ്യം നിനക്ക് ഞാൻ നൽകും. വേണ്ട ചാ, വേണ്ട. ഇത് പെരുത്ത് വീടുള്ള പുസ്തകമാണ്. ഇത് തൊടാനുള്ള യോഗ്യത ഞമ്മക്കില്ല. ഞമ്മക്ക് വേണ്ട. മകനെ, നിനക്ക് നന്മ വരട്ടെ. പടശുവനെ, പാട്ടിലെന്നെ പിടിച്ചു വെച്ചത് നാട്ടിലൊക്കെ പാട്ടായി. പാട്ടിലെന്നെ പിടിച്ചു വെച്ചത് നാട്ടിലൊക്കെ പാട്ടായി. പട്ടുതട്ടവുമിട്ടൊരു നാൾ കൂടെ വരൂ കൂട്ടായി, കൂടെ വരൂ കൂട്ടായി. ആറ്റുവഞ്ചി കടലിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ. പാടി നിർത്തിയതെന്താണ്, പാടി നിർത്തിയതെന്താണ്? കുങ്കുമപ്പൂവുകൾ പൂത്തു എന്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ. കുങ്കുമപ്പൂവുകൾ പൂത്തു എന്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ. കുങ്കുമപ്പൂവുകൾ പൂത്തു. മാനസമാമണിമുരളി ഇന്ന് മാദക സംഗീതമരുളി. മാനസമാമണിമുരളി ഇന്ന് മാദക സംഗീതമരുളി.
മധുര പ്രതീക്ഷതൻ മാണിക്യക്കടവിൽ മധുര പ്രതീക്ഷതൻ മാണിക്യക്കടവിൽ കണ്ണിനാൽ തുഴയുന്ന കളിത്തോണിയേറി രാജകുമാരി വന്നു ചേർന്നു. പൂവുകൾ പൂത്തു എന്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ കുങ്കുമപ്പൂവുകൾ പൂത്തു. എന്താണ് മുഖത്തിന് വല്ലാണ്ടൊരു ബാട്ടം? ഇങ്ങോട്ടും നോക്കി. ഇവിടെ ഞമ്മളെ കാരണല്ലേ? നമ്മൾ ആരുടെയും കരണ്ടും കൊമ്പും ഒന്നുമല്ല. ഇന്നലെ പാതിര അവരെ കണ്ണു മുഴിച്ച് കാത്തിരുന്നു ആര് വരാനെ കൊണ്ട്. അതാണ് കാര്യം. ഇന്നലെ രാത്രി നമുക്ക് തൊഴിലുണ്ട്. തൊഴില് നമ്മളെല്ലാം അറിയുന്നുണ്ട്. ഞാനൊരു ഉപദേശം തരട്ടെ. ഉപദേശമാ തരയും പിള്ള ഇങ്ങ് തരി. ഇളയെ ഒന്ന് കെട്ടിക്കാനായിട്ട് നിൽക്കുന്നു. നിൽക്കണ നിങ്ങൾ എന്നെ കെട്ടിക്കൊള്ളി. അപ്പൊ നമുക്ക് ചെലവില്ലല്ല. ആന കാര്യത്തിനിടയ്ക്കാ സേനക്കാരി. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. മിനിഞ്ഞാന്ന് നമ്മൾ 2 ശേന ഇവിടെ കൊണ്ടിട്ടിരുന്നല്ല. അതെവിടെ? ഉമ്മാൻ നമ്മൾ കണ്ടില്ല. എവിടെ കേട്ടത്? കോട്ടപ്പുറം തോമാന്റെ പറമ്പിന്ന്. അവന്റെ പറമ്പില് കഴിഞ്ഞ 40 വർഷമായി കുടികിടക്കണവനാണ് നമ്മുടെ ശീലൻ. അവൻ ഇപ്പോ മശൂരി ദണ്ണം വന്ന് കിടക്കുകയാണ്. അവന്റെ കൊച്ച് പ്രാഞ്ചി ചെന്ന് 4 ചക്രം ഇറങ്ങിട്ട് പട്ടീനെ അയച്ചു വിട്ട ഇബിലിസിന്റെ മോനാണ് അവൻ. അതിന് നിങ്ങൾക്കെന്ത്? അത് പാടില്ല ഐസ, അത് പാടില്ല. ഒരുത്തം പണത്തിന്റെ മേലെ പണം ചേർക്കുമ്പം നമ്മുടെ കണക്കും പ്രകാരം ഈ ദുനിയാവിന്റെ അകത്ത് 9 പേരാണ് പട്ടിണി കിടന്ന് ചാപണത്. പടച്ചോന്റെ നിയമം അതാണ്. എന്റെ കെട്ടിയോളെ, നിന്റെ തലേന്റെ അകത്ത് ശരിയാണ് ശരി. പടച്ചോന്റെ നിയമം അതല്ല, ഇത് മനസ്സിന്റെ നിയമമാണ്. ഏതേ അതിരിക്കട്ടെ. നമ്മൾ കോട്ടപ്പുറത്തിന്റെ പറമ്പിൽ നിന്ന് 50 സേന തോണ്ടിയെടുത്ത് 2 എണ്ണം ഇവിടെ ഇട്ടിട്ട് ബാക്കി വിറ്റ് അത് ചീരന് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടിട്ട് സേന എവിടാ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് ആര് മോട്ടിച്ചോണ്ട് പോയെന്ന്. പടച്ചോന് കടുവാനെ പിടിക്കണ ഗുരുവായും ഉണ്ടാ? നിങ്ങൾ മിണ്ടാണ്ടിരിക്കേ. ആ കിടുവാനെ നമ്മൾ പിടിച്ചോളാം. നിങ്ങൾ വല്ലതും കഴിച്ചാ? നിങ്ങൾക്ക് ബസ്സിനുണ്ട? നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ ഞമ്മക്കും ഉണ്ട്. ഇതിൽ ഭേദം അമ്മ എന്നെ കൊന്നു കളയും. ഞാൻ എന്ത് ചെയ്യാനാമോ? ഇത് ഇവിടുത്തെ നാട് നടപ്പാണ്. കല്യാണപ്പള്ളി തിരുമേനി അദ്ദേഹം കയറാത്ത വീടുകളില്ല. ഞാനൊരു സ്ത്രീ പ്രതാപനായ തിരുമേനി അദ്ദേഹത്തോട് എതിർക്കാൻ പറ്റുമോ മോളെ? ആ ദുഷ്ടൻ വരട്ടെ, എന്റെ പ്രേതത്തിലായിരിക്കും തുടർന്നത്. ഇനിയും അർത്ഥമില്ലല്ലോ. കേശവ, അടിയൻ ഇന്ന് രാത്രി എന്നോടാ നമ്മുടെ അമ്പലക്കാട്ടിലുള്ള എഴുന്നള്ളത് അടിയൻ. പക്ഷേ അമ്പലക്കാട്ടിലെ കൊച്ചിന് അത്ര സന്തോഷമില്ലെന്നാ അറിവ്. അടിയൻ, അവളുടെ ഇംഗിതം നമുക്കൊരു പ്രശ്നമല്ല. ഇത് കല്യാണപ്പള്ളിയാ, കല്യാണപ്പള്ളി പരമ്പരയാ. നിത്യകല്യാണ സുഖം അനുഭവിക്കുന്ന വംശമാ. നിങ്ങൾ ധൈര്യമായിരിക്കും പിള്ളേ. അയാൾ വരട്ടെ, നമ്മൾ നോക്കിക്കൊള്ളാം. ഞങ്ങൾ പാവങ്ങളാണ്. പക്ഷേ പെൺപിള്ളേർ പ്രായമായ കല്യാണപ്പള്ളി തിരുമേനി ആ വീട്ടിൽ എഴുന്നള്ളി. ഇത് നിയമമാണ്. നിയമമാ? യവൻ പഠിച്ചതാണ് നിയമം. നിങ്ങൾ സന്തോഷമായി പേടിക്കാണ്ട് പോയിരിക്കുന്നു. അവ അവിടെ എത്തുമ്പോ ഞമ്മളും അവിടെ എത്തും. എന്താണ് നിങ്ങൾക്ക് വിശ്വാസം വേണ്ടില്ലേ? ഇത് കായംകുളം കൊച്ചുണ്ണിന്റെ വാക്കാണ്. ഞമ്മടെ കരന്റെ അവർക്ക് ഇടുപ്പ് നിൽക്കും വരെ ഞമ്മളത് മാറ്റില്ല. ഐസ, അമ്പലക്കാട്ട് അമ്മയ്ക്ക് ചായയോട്. എന്താടി നമുക്ക് നീ നോക്കണ്? നിനക്ക് ചായ വേണമാ? പെണ്ണിന്റെ അമ്മയെ കാണുന്നില്ല.
അമ്മ വന്ന് നോനെ അകത്തേക്ക് എഴുന്നള്ളിക്കും. അതാണ് കീഴ്പതിവ്. ഇത് വരുന്നുണ്ട്. കേശവ, അരിയെ നീ ആ പഠിപ്പിലയിൽ എങ്ങാനും പോയി കിടന്ന് ഉറങ്ങിക്കോ. അന്റെ യാമത്തിലേ ഉള്ളൂ ഇനി തിരിച്ച് എഴുന്നള്ളത്ത്. കസ്തൂരി വരഭക്ത ഖണ്ണനഗരി നോ ഭഗ്ന ഖണ്ണസ്ഥലെ നേലുത്തം സഖി ചന്ദനം സ്ഥാനതട. മാതാവ് ഇത്രയ്ക്ക് മനോഹരിയാണെങ്കിൽ എന്തായിരിക്കും മകളുടെ അവസ്ഥ? അയ്യോ ഉണ്ടാണ് നിന്നടാ നമുക്ക്. എടാ നിത്യ കല്യാണം, ഇത് നിന്റെ ഒടുക്കത്തെ കല്യാണമല്ല നമുക്ക്. മോനെ വധിക്കരുത്, മോനെ വധിക്കരുത്. മോനെ ഈ ആയത്തുള്ള കാലം വരെ എഴുന്നേൽക്കില്ല. സത്യം സത്യം നമുക്ക്. നാട്ടിലെ പെണ്ണുങ്ങളെ മാനം കാക്കാനെ കൊണ്ട് ആരും ഇല്ലെന്ന് കരുതി എല്ലടാ നമുക്ക്. ഞമ്മളുണ്ട്. ആ ക്ഷമിക്കൂ, ക്ഷമിക്കൂ. പിടിയിടാ നമുക്ക് എന്റെ പല്ലക്കാരൻ നമുക്ക്. നിങ്ങളെല്ലാരും കൂടിയാണ് ഈ പിള്ളാനെ ചുമന്നുകൊണ്ട് വന്നത്. മനുഷ്യനെ ചുമക്കണം. നീ അവർക്ക് കഴിയടാ ഇനി തിരുമേനി ചുമക്കും. എല്ലാവരും രാമ ചുമക്ക്. തിരുമേനി ചുമക്കണമെന്ന് ഞമ്മൾ പറഞ്ഞാലെ കൊണ്ട് തിരുമേനി ചുമക്കും. ചുമക്കടാ നമുക്ക്. അങ്ങനെ നിത്യകല്യാണം മനുഷ്യന് എത്ര ഗണമുണ്ടെന്ന് നീയൊക്കെ ഒന്ന് മനസ്സിലാക്കി. കുഞ്ഞിപ്പണിക്കരെയും ഇൻസ്പെക്ടർ അയ്യമ്പുള്ളിയെയും കാർത്തികപ്പള്ളി താലൂക്കിലേക്ക് നാം സ്ഥലം മാറ്റുകയാണ്. ഉത്തരവ്. പക്ഷേ അതിനു പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. കൊള്ളക്കാരനായ കായംകുളം കുഞ്ഞിനെ വളരെ വേഗം കയ്യാമം വെച്ച് ഇങ്ങ് തിരുവനന്തപുരത്ത് എത്തിക്കണം. ഉത്തരവ്. കായംകുളം കുറ്റുണ്ണിയെ പിടിക്കുന്ന കാര്യം കുഞ്ഞുണ്ണി പണിക്കരാറ്റ്. എങ്കിലും കായംകുളം കുറ്റുണ്ണിയെ എന്തായാലും നമുക്ക് പ്രേമ ഭയമൊന്നുമില്ലേ? ഈ കായംകുളം കുറ്റുണ്ണിയായിട്ട് 7-8 പേരുണ്ടെന്നാ പറയുന്നത്. ഇതിലാരെയെന്ന് വെച്ചാ പിടിക്കുന്ന ഞാൻ സാക്ഷാൽ കായംകുളം കുച്ചുണ്ണിയെ തന്നെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാമേ, കണ്ടുപിടിക്കാമേ. എടാ പറഞ്ഞേ, 14 ലോകവും നിന്നെ തേടി നടക്കേ. ആ കായംകുളം കൊച്ചുണ്ണി കാരണം മനുഷ്യർക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ വയ്യുന്നായി. എന്ത് പറ്റി? നിത്യകല്യാണം തിരുമേനിയെ വരെ അവൻ അധിക്ഷേപിച്ചിരിക്കാൻ. നീ ഒന്ന് ഉത്സാഹിച്ചാൽ കാര്യം നടക്കും. അവനെ ഒന്ന് ശരിപ്പെടുത്തണം. അതിനുവേണ്ടി അമ്മാവൻ പണം എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇത്രയുള്ള കായംകുളം കൊച്ചുണ്ണിയല്ല, അവന്റെ തന്തേവനെ തപ്പിയെടുത്ത് ശരിപ്പെടുത്തുന്നവനാണ് ഈ പരമോ. ഉമ്മി എടുത്തോളൂ, ഇത് പിടിച്ചോളൂ. തൽക്കാലം ഇരിക്കട്ടെ. അവനെ ഞാൻ ആരാണ് ഇത് പറഞ്ഞത്? നബീസയാ? അല്ല, അല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. നബീസ ഒന്നും പറഞ്ഞ കാര്യമല്ലേ. പിന്നെ നമ്മൾ കെട്ടോട് പറഞ്ഞ പെണ്ണുങ്ങളെ വെറുതെ ഉപദ്രവിക്കണ്ട. എന്ത് പെണ്ണുങ്ങളെ ഉപദ്രവിക്കില്ലെന്ന അപടംബരയായ അവർ ഞമ്മളെ കൂടെ പറപ്പം കെട്ടിവിടുവാണ്. അതുകൊണ്ട് തർക്കുത്തരം പറയരുത്. പെശകാണ്. തർക്കുത്തരമല്ല, സത്യമാണ്. നിങ്ങൾ എന്തിനാണ് മോഷ്ടിക്കുന്നത്? ഞമ്മക്ക് പണക്കാരനാവാ. എന്നിട്ട് ആവണില്ലല്ലോ. അപ്പോ നമ്മൾ മോഷ്ടിക്കുന്നത് ഞമ്മക്ക് വേണ്ടിയല്ല. പിന്നെ ആർക്ക് വേണ്ടി? പതുക്കെ പറയും, ഒച്ച വെക്കരുത്. നിങ്ങൾ കഴിയണോ? നിങ്ങൾക്ക് കാണണോ? വരി, എന്തോട് വരി. പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു, മനുജന്മ മണ്ണിൽ പണക്കാരെ പടച്ചു. പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു, മനുജന്മ മണ്ണിൽ പണക്കാരെ പടച്ചു.
പണ്ഡിത പ്രസംഗം അലയടിച്ചെത്തുന്നു കവലകൾ തോറും ഉലകിതു നന്നാക്കും പണ്ഡിത പ്രസംഗം അലയടിച്ചെത്തുന്നു കവലകൾ തോറും പശിതിന്നും വയറിന്നു പഴങ്കഞ്ഞി വിളമ്പാൻ പശിതിന്നും വയറിന്നു പഴങ്കഞ്ഞി വിളമ്പാൻ തുനിയുന്നവനെ ദേവദൂതൻ പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു മനുജന്മ മണ്ണിൽ പണക്കാര് പടച്ചു പഠിപ്പില്ലാത്തോരുവൻ പാമരനെങ്കിലും കൊടുക്കുന്ന കൈയാണവൻ്റേതെങ്കിൽ പഠിപ്പില്ലാത്തോരുവൻ പാമരനെങ്കിലും കൊടുക്കുന്ന കൈയാണവൻ്റേതെങ്കിൽ അല്ലാവൻ പ്രിയപുത്രൻ അവനാണല്ലോ അല്ലാവൻ പ്രിയപുത്രൻ അവനാണല്ലോ സ്വർലോക കൊട്ടാരം അവൻ്റേതല്ലോ പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു മനുജന്മ മണ്ണിൽ പണക്കാരെ പടച്ചു പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു. നിങ്ങൾ പെരുത്ത് നല്ലവനാണ്, നിങ്ങൾ വലിയ മനുഷ്യനാണ്. ഈ പാപങ്ങളെ രക്ഷിക്കുന്നതിന് പരസ്യവും നിങ്ങൾ തുണയ്ക്ക് വെക്കും. വരെയും കാതറ ഈ വഴിക്കാണ് വരുന്നത്. അവരെ പിടിച്ചാൽ കായങ്ങളും കൊത്തുണി നമുക്ക് കയ്യിൽ നമുക്ക് ഒളിഞ്ഞിരിക്കാം. കാരുണ്യം കൊണ്ട് ഏമാൻ വിചാരിച്ച കടവിൽ തന്നെ വന്നെടുത്തു. ഏതായാലും കാർത്തികപ്പള്ളി താലൂക്ക് എന്ന് കിട്ടിയല്ലോ. വേറെ വല്ല താലൂക്കും മതിയായിരുന്നു വന്നാ ഇപ്പൊ തോന്നുന്നു. പുറംവരവിനാണെങ്കിൽ കുട്ടനാടനാ മെച്ചം, മറ്റു വരുമ്പടി ഇവിടെ അല്പം കുറയും. എടോ പാറ്റുള്ള എനിക്ക് കൈക്കൂലി ഒരു പ്രശ്നമല്ല.
ഓച്ചിറ പരബ്രഹ്മമൂർത്തിയുടെ കാരുണ്യം കൊണ്ട് ഏമാൻ ഏത് കടവിൽ ചെന്നിരുന്നാലും തെക്കൂലി അവിടെ എത്തും. അങ്ങനെ പറ. പക്ഷേ ഒരു പരമദ്രോഹി മനുഷ്യരുടെ സ്വൈരം കെടുത്താൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പൊ. ആരാ ഏമാനെ? ആ കായംകുളം കൊച്ചുണ്ണി. അമ്മേ, ഇവിടെ ഞാൻ അവന്റെ കാര്യം പറഞ്ഞതാ. അയ്യോ, അയാളുടെ കാര്യം പറയുന്നതിന് ആപത്തില്ലയോ? ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, ആ മറാട്ടം, കൂടുവിട്ട് കൂടുവെട്ട് ഉത്തരവ്. പക്ഷെ ചിലരൊക്കെ പറയുന്നത് അയാളൊരു മനുഷ്യപ്പറ്റുള്ളവനാണ്. ചില ഏർപ്പാടുകൾ പറയും. എന്നങ്ങനെ പറയാനൊക്കത്തില്ല. നമ്മുടെ ഏവൂർ ശാസ്ത്രി സ്വാമികളെ ശാസ്ത്രസ്വാമികൾ ശ്രീരാമോ ദന്തം മുതൽ മാർക്കം മഹാകാവ്യം വരെ കാണാതെ പറയുന്നവരല്ലേ സ്വാമികൾ? മഹാപണ്ഡിതൻ. ആ ഒരു ദൂഷ്യമല്ലാതെ ആളൊരു ഇരപ്പാളി. സ്വാമി എന്നോട് പറഞ്ഞത് മഠത്തിലെ ഒരു പോറ്റിക്കുട്ടി കുറെ ആഭരണങ്ങളുമായി കാഞ്ഞൂർ കാവി വഴി നടന്നു വന്നു. ആര് വന്നു? ഇങ്ങോട്ട് ചോദ്യം ഒന്നും ചോദിക്കണ്ട, പറഞ്ഞാ മതി. ഉത്തരവ്. എന്നിട്ട് ആ പോറ്റിക്കുട്ടി ആലില പോലെ വിറച്ചു. ആര് വിറച്ചു? തന്റെ തന്ത. ഉത്തരവ്. ഒരു തടിയൻ അവിടെ വന്നു, പോറ്റിക്കുട്ടിയെ കൊണ്ട് മഠത്തിലാക്കി. അത് സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണിയായിരുന്നു. കേട്ടോ, അവന്റെ ഗുണഗണങ്ങളൊന്നും മറന്നിക്കണ്ട. അവനെ പിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആലോചിക്കും. മാർഗമുണ്ട്. എന്തുകൊണ്ടാ? പിരിക്കാൽ നട്ടിലൊരു പ്രയോഗമുണ്ട്. ക്ഷുദ്രമോ? ക്ഷുദ്രവ്. ഏഭ്യ. കായംകുളം കൊച്ചുണ്ണിയെ പിടിക്കാൻ മാർഗം ഉപദേശിക്കുന്നു മടയൻ. അതിപ്പോ അത് മനസ്സിനെ പിടിക്കുന്നില്ലാന്ന് ഞങ്ങള്. ഊച്ചറ പാച്ചുപിള്ളയ്ക്ക് പൂച്ചത്തലയിലൊരു പ്രയോഗമുണ്ട്. ഉച്ചത്തലയല്ലടാ. വല്ല സ്വർണ്ണപ്പണ്ടവും വേണമെങ്കിൽ ഞാൻ പാച്ചുള്ള വശം കൊടുത്തേക്കാം. ഏതായാലും കൊടുത്തയച്ചാട്ടെ, വല്ല പരിപൂർണ്ണം നോക്കട്ടെ. പിന്നെ പൊന്നും പണ്ടൊക്കെ പണയം വായിക്കുന്ന കൊള്ളാം. കൊച്ചുണ്ണിയുടെ കാലമാ, പറഞ്ഞേക്കാം. കൊച്ചുണ്ണി അല്ല, അവന്റെ തന്ത വന്നാലും തോമായോടെ ഏക്കത്തില്ല. സൂചി കടത്തേണ്ടടുത്ത് അവൻ തൂമ്പ കടത്തും. ഈ തോമാടത്ത് കടത്തത്തില്ല. അതങ്ങനെയാ. എങ്ങനെയാ? കരിങ്കില്ല് കൊണ്ടാ കന്നട വളർന്നിരിക്കുന്നത്. അതും എവിടെയാ? വീട്ടിനകത്ത് തറയ്ക്കടിയില്. അല്പം പരുവക്കേടാ. കുടകൂടെ കൊണ്ടുപോകാ. ഇത്താത്ത ദഹിക്കാൻ പറഞ്ഞുണ്ട്. എന്തിനാണ് ഈ രാത്രി മുറ്റത്തേക്ക് ഇറങ്ങി പോയത്? മുറ്റത്തേക്ക് ഇറങ്ങി പോയത് എന്തിനാണ് ചോദിക്കുന്നത്? ആടിനെ നോക്കാനെ കൊണ്ട് ഞമ്മളാണ് അവളോട് പറഞ്ഞത്. നിങ്ങളെ സാക്ഷി പറയാൻ പറ്റില്ല. ഇപ്പൊ ആരാണ് ഇവിടുത്തെ പടക്കോട്ട് പോയത്? ഞമ്മള് കണ്ടില്ല. എന്നാ ഞമ്മള് കണ്ട് കാവൽ പടക്കോട്ട് പോണത്. നബീസ, ഇതുവരെ എന്റെ ഇക്കാക്ക ഒരുത്തന്റെ മുമ്പിലും തലകുനിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഇക്കാക്കാന്റെ മുഖത്ത് കൂടെ പുറപ്പ് കരി തേക്കരുത്. എന്താണ് ചോദിക്കേ? കയറ്റ് പെട്ടി തല നമ്മൾ കയ്യിലെടുക്കും. നബീസ, ഇവിടെ വാ. ഇവിടെ വരാന്. എന്റെ ബാപ്പായും ഉമ്മായും അന്റിക്കയാണ്. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലിക്ക. നബിസ, ഞമ്മള് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. അന്റിക്ക പോയി കിടന്നുറങ്ങ്. ഇവിടെ വേറൊരാളുണ്ടായിരുന്നല്ല, പോയാ? എന്ത് വേണം? ഒന്നും വേണ്ട, നിങ്ങളുടെ രൂപം ഒന്ന് കണ്ടാ മതി. അങ്ങ് ബായപ്പള്ളി കാണുന്നതല്ലേ ഇവിടെ കാണൂല. എന്ത്? നിങ്ങൾ പള്ളിയെ കൊണ്ട് സത്യം ചെയ്തില്ലേ ആ ജാനകിയുടെ വീട്ടിൽ പോകൂലെന്ന്? സത്യം ചെയ്തു. പിന്നെയും ഞമ്മള് പോയി. പക്ഷേങ്കി കൊച്ചുണ്ണീന്റെ കെട്ടിവിളി ചോദിക്കേണ്ട ചോദ്യമല്ലത്. എന്താണെന്ന് ചോദിക്കേ. ഈ ദുനിയാവിന്റെ അകത്ത് 1000 ജാനകി പിള്ളമാരുണ്ട്. പക്ഷേങ്കി പൈസ ഒന്നേ ഉള്ളു. ഏതേ? എന്താണ് നമ്മുടെ ഉസ്താദ് പനിച്ചോന്നിന്റെ വായക്കൊല കട്ടോണ്ട് പോയത്? പനിച്ചോന്നിക്ക് ക്ഷീണം വായി പോയി കേട്ടാ. ഒക്കെ ക്ഷീണം പറ്റി നമ്മുടെ ഉസ്താദിനാണ്. പനിച്ചോന്നി അന്ന് തന്നെ ആ വായക്കൊല തിരിച്ചെടുത്തത് അതിച്ചറിഞ്ഞ. മോളെ കുഞ്ഞമ്മേ, ഇവിടെ എന്തെടുക്കുവാ? എന്നതാപ്പച്ച മോളെ എന്റെ ചൂട്ടുകൾ കത്തിച്ചു. ഈ പട്ടാത്തതിന് ചൂട്ടെന്തരാപ്പച്ച? കുഞ്ഞു നോക്കടി, എറുമ്പ് വരി വരിയായി വരച്ചു പോണത് കണ്ട. 5000 എറുമ്പ് പോകുമ്പോ 5000 പൊടിയരി പോകും. അതായത് 2500 നെടിയരി. ഒരു ചൂട്ട് കത്തിച്ചൊരു വരയാകാട് വരച്ച എറുമ്പ് ഭസ്മം. അത് നമുക്ക് ദൂത്ത് വാരി എടുക്കുകയും ചെയ്യാം. എന്റെ കർത്താവേ, നാണക്കേടായല്ലോ. ആ തോമച്ച, ഇതാ പണ്ടം. ഇത് വെച്ചോണ്ട് വേഗം രൂപ ഞാൻ. ഓ,
ഇത് 500 രൂപ ഇല്ലല്ലോ വിളിച്ച. അയ്യോ എന്ന് പറഞ്ഞാൽ 500 രൂപ ഏമാന് വളരെ അത്യാവശ്യം. മനസ്സറിയ ഒരു 300 രൂപ എന്റെ കയ്യിൽ കിട്ടും. അത് ഞാൻ അങ്ങോട്ട് തരാം. മോളെ കുഞ്ഞമ്മേ, ഈ പണം കൊണ്ട് അടക്കകത്ത് വെച്ചിട്ട് ഒരു 300 രൂപ എടുക്കേണ്ടി വരും. അന്ന് കല്ലറ അത് തന്നെ. അക്ഷരാഭ്യാസം ഇല്ലെങ്കിലും ബുദ്ധിയുടെ കുടുംബത്തിൽ ജനിച്ചവനാണ് ഈ തോമ. 300 രൂപ മതിയാ അപ്പച്ച? 300 ഓൾറെഡി വന്നേ. എന്നാ വിളിച്ച എല്ലാത്തിന്റെ കഴുത്ത് നമ്മൾ എറിഞ്ഞുകളെ. നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് നമ്മളെ ഷെയ്ത്താനാക്കിയിരിക്കണം. നമ്മൾ ഷെയ്ത്താനെ മാറിയിരിക്കണം. നിങ്ങൾ മനുഷ്യനാവണം. നീ മനുഷ്യനാണ്. നമ്മളെ കൂടപ്പുറപ്പിന് നീ ഇതിലും പേര് നമ്മളെ കൊന്നു കളയും. കൊല്ലണമെങ്കിൽ അവിടെയും കൊല്ലണം. ഉമ്മായും ബാപ്പായും ഇല്ലാത്ത ആ പിഞ്ചു പെണ്ണിനെ തോളത്തിട്ട് വളർത്തിറിയും നമ്മളാണ്. എന്നിട്ട് ആ കൂടപ്പുറപ്പെന്ന് നബീസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുന്നിൽ പോരുത്. ആ ബായപ്പള്ളി ജാനകി എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കണം. എന്ത് പറഞ്ഞു? കേൾക്കണം, കേൾക്കണം. നിങ്ങൾക്ക് നമ്മുടെ നബീസാക്ക് ഭയത്തിൽ തോന്നിച്ചിട്ടുണ്ടെന്ന്. പക്ഷേങ്കിൽ നിങ്ങളല്ല കുറ്റക്കാർ. അതിനിട തന്നെ ഈ ഞമ്മളാണ്. നിങ്ങൾ ആദ്യമായി വീട്ടിന്റെ അകത്ത് വിളിച്ചോണ്ട് വന്ന ഞമ്മളാണല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മേത്ത് ഒരു തരി മണ്ണ് പോലും നുള്ളിയിടാണ്ട് നിങ്ങളെ നമ്മൾ വിട്ടയക്കുന്നത്. മക്കളെ നിനക്ക് ഭ്രാന്താണ്, വീട്ട് ഭ്രാന്ത്. എന്താണ്? പല്ലവടെയെല്ലാം വാക്ക് കേട്ട് മാനത്തോടെ കയ്യിൽ നിന്ന് പെങ്കൊച്ചിനെ വല്ലതും പറഞ്ഞാലെ കൊണ്ട് പടച്ചോ നിങ്ങളെ നരകത്തിൽ പിടിച്ച് തള്ളു. അപ്പൊ നമ്മൾ കേട്ടത്? ഇറങ്ങിക്കേറി നടക്കുന്ന നിങ്ങൾ പലതും കേൾക്കും. നിങ്ങൾക്കും ജാനകിപ്പിള്ളയ്ക്കും തെറ്റിപ്പോയി. വയറ്റിൽ തോന്നിച്ചത് നബീസയ്ക്കല്ല, നിങ്ങളുടെ ഈ ഐഷാ ബീബിക്കാണ്. കെട്ടി നിർത്തിയ പോലെ നിൽക്കാണ്ട് അത് ആ പോയ മനുഷ്യന്റെ കാല് പിടിച്ച് സ്ഥലം പറയും. പോയി പേമൂളി കൂട്ടിക്കൊണ്ടുവരും. എന്നായാലും നബീസാൻ ഒരു ആന്തരി വേണം. അതൊരു നല്ല മനുഷ്യനാവട്ടെ. കാലങ്ങളും കഴിക്കാണോ? അതെ. ഇത്ര വൈകിട്ട് ആവേക്ക് പോകണ്ട. കൊച്ചിനുടെയോ അവന്റെ കൂട്ടുകാരുടെയോ കയ്യിൽ പെട്ടാൽ സകലതും പിടിച്ചു പറിച്ച് കൊന്നും കളയും. കൊച്ചുണ്ണിയെ ഭയന്ന് ഇല്ലത്ത് പോകാതിരിക്കാൻ സാധ്യമല്ല. എനിക്കിന്ന് രാത്രി തന്നെ ഇല്ലത്ത് ചെന്നേ പറ്റൂ. മനുഷ്യൻ എന്നായാലും മരിക്കണം. പോരെങ്കിൽ വയസ്സുമായി. കൊച്ചുണ്ണിയുടെ കൈ കൊണ്ടാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അങ്ങ് ഇന്ന് രാത്രി ഇവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ അങ്ങ് പൊയ്ക്കോളൂ. എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ഇല്ലത്ത് ചെന്നേ പറ്റൂ പിള്ളേരെ. ഒരു കൊച്ചുണ്ണി ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് മനുഷ്യർക്ക് ജീവിക്കണ്ടായോ? ബന്ധുക്കളാരും വരുന്നില്ല. ഈ കിടക്കുന്ന ആള് 25 കൊല്ലം മുപ്പാട് എന്നെ സംബന്ധം ചെയ്തതാണ്. ഞാൻ ജാതിക്കാരല്ലാത്തത് കൊണ്ട് എന്നെ ആരും തിരിഞ്ഞു നോക്കില്ല. അമ്മച്ചി വിഷമിക്കാണ്ടിരിക്കും. ഇവരെ വേണ്ട പോലെ ഞമ്മൾ മറവ് ചെയ്യും. ഒരു സാധിക്കാര് അമുക്കുകള്. ഞാൻ എതിലെയാണ് ഈ പോകുന്നറിയാവാ? ഏതിലാണെങ്കിൽ എനിക്ക് എന്നതാണ്. അല്ല, മൂപ്പനാൻ ശരിക്കും പോകാനുള്ള വഴിയില്ല. നിങ്ങളൊന്ന് പോടാ പിള്ളേരെ. എന്നാൽ അങ്ങനെ അങ്ങോട്ട് പോയാലാ? എടാ എന്റെ കയ്യിൽ നിന്ന് വിട. നമ്മള് വിടുന്നില്ല. എടാ വിടാൻ. നമ്മള് വിടുന്നല്ലോ. വിടുന്നില്ലേ? അങ്ങനെ ഒന്ന് പോകാതെ. എടാ പിള്ളേരെ എന്നെ വിടാനാ പറഞ്ഞത്. വിട്ടില്ലേനോ? വിട്ടില്ലേലേ ഇനി പോകാൻ നേരം അവിടെ നില്ല. കാരണവരെ എന്താ ഇങ്ങോട്ട് വരി. എനിക്കിപ്പോ അതിന് നേരം ഇങ്ങോട്ട് വരാന്. നിനക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാൻ അങ്ങോട്ട് വരാൻ. എന്താണെന്ന് എന്റെ വടിയെന്ന് വിടറാ. ഈ പടിയൊന്നിരിക്കപ്പാ. നീ പോയില്ലേ? അതെങ്ങനെയാണ് ഈ മുസീബത്ത് പിടിച്ച പടിയെടുക്കാണ്ട് നമ്മൾ പോണത്? എടാ അപ്പനെ കൊച്ചുണ്ണി എന്താണ്
നിന്നെ മർമ്മപ്പോട് പഠിപ്പിച്ച ഗോപാലക്കുരുക്കളുണ്ടല്ലോ ഉണ്ടല്ല, അവനെ പഠിപ്പിച്ച കുട്ടമ്മൂസതാണടാ ഞാൻ. നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദാ. പടശൂരി ഞമ്മളറിഞ്ഞ നമ്മളെ മാപ്പാക്കി പടി അങ്ങോട്ട് ഒരുക്കി നമ്മളെ കൈ പൊട്ടണപ്പാ. അള്ളൊരു നിങ്ങൾ വെറുത്ത് വലിയവനാണ് കേട്ടാ. നമ്മളെ ശലാവുണ്ട്, നമ്മളെ ഉസ്താദിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടാ. ഇന്നിത്തിരി മോടിയിലാണപ്പച്ച ഊണ്. വറുത്ത കറിയും വറുത്ത മീനും ഇറച്ചിയും എല്ലാം ഉണ്ട്. ഓ, നീ എന്നെ മുടിച്ച് തേച്ച് കഴിവല്ലോടി. കർത്താവിന്റെ പുണ്യം ഉണ്ടായിട്ട് ഉണക്കക്കപ്പ വേണ്ടോളം ഉണ്ടായിരുന്നില്ല. ഇന്ന് പെരുന്നാളല്ലേ അപ്പച്ച? പിന്നെ ഈ കാശ് മുടക്കി പെരുന്നാൾ നമ്മക്ക് വേണ്ട. കലിയുഗവരത പഴനിമலை വാഴലും சிங்கார வேலனே ஒரு ஏழை பரதேசியப்பா. പരദേശിയ? ഏത് പരദേശി? പൈസ താങ്ങ മുടിയാത മഹാപ്രഭു. ദാഹത്താൽ തൊണ്ടൈ വരളുത് ധർമ്മപ്രഭു. ധർമ്മപ്രഭു അല്ലടാ, ഇത് കോട്ടപ്പുറം തോമാച്ചൻ. ஒரு வயருக்கு அன்னம் போட்டால் ஒரு வருஷத்தை பாவம் தீரும் அப்பா. തീരാ പാവങ്ങളെ ചെയ്തിട്ടുള്ളൂ. പോയില്ല. ஐயோ கடவுளே, முருகா நீங்க கிழிச்சாதியா, எங்களுக்கு கொண்டு வேண்டாம், நாங்க சாப்பிட மாட்டோம். അല്ലേ തെണ്ടു നടക്കുന്നതിന്റെ തീണ്ടായ്മണ്ടല്ലേ അപ്പച്ച? നീ അങ്ങനെ തൊട്ടില്ല മാട്ടോ. എടാ, ഇത് കോട്ടപ്പുറം കുടുംബമാണ്. അത് ഞങ്ങൾ തന്നെ. എന്റെ കുടുംബത്തിന് 4000 പേര് ലോമാവനെ പോയിട്ട് ഇരിക്കട്ടോ. എടാ, ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ കുടുംബത്തിൽ 4 കത്നാരന്മാരും ഒരു മെത്രാനത്തിനും ജനിച്ച് വീഴാവുന്ന കൊണ്ടാണ് ഇങ്ങനെ. நாங்க தொட்டு சாப்பிட மாட்டோம். നിന്നെ കൊണ്ട് ഞാൻ തൊട്ട് ഷാപ്പിടിക്കും. മോളെ, ഇപ്പമാരി അകത്ത് പോയി ഇലവളമ്പി മീൻ കറി വെച്ചതും പൊരിച്ചതും ഇറച്ചിയും ഒക്കെ തീറ്റിക്കണം. ഒരു വെച്ച് ചോറ് കൊടുത്തു വരും. ஐயோ கடவுளே. ഒരു പെണ്ണുള്ള കുതിര അവന്റെ കുടലും. നീ കോട്ടപ്പുറം പോവാതെ വിട്ടിരുന്ന് ഊണ് കഴിക്കില്ലല്ലേ? അവന്റെ ഒക്കെ ഒരു ജാതി. ഏതൊരു മുള്ളങ്കാൻ കണ്ടുപോയി നിന്റെയൊക്കെ തൊലിയാൻ വിളിക്കും. എന്തോ ഒരു ബഹളം. അല്ല പുള്ളേച്ചന, അല്ല പുള്ളേച്ച, അവന്മാർക്ക് കോട്ടപ്പുറം പോവാതെ വിട്ടിരുന്ന് തൊട്ടില്ലല്ലോ. അവൻ ആമതി ചാമ്പ്യാൻ കൊടുക്കും. പിന്നെ പുള്ളേച്ചൻ വന്നത് ഈ പണവും പലിശയും മാറ്റുണ്ട പണ്ടം ഞാൻ. ആ മോളെ കുഞ്ഞമ്മേ, പണം അകത്തുകൊണ്ട് എന്നെ നോക്കി പുള്ളച്ചൻ തന്ന ആ പണ്ട് എങ്ങനെയുണ്ട്? കളി പറയാതപ്പച്ച, അത് അന്ന് തന്നെ അപ്പച്ചൻ തിരിച്ചു വാങ്ങിയില്ലേ അന്ന് കുളിക്കാൻ പോയപ്പോ? ഭർത്താവ് നീ എന്നതാണ് ഈ പറയുന്നത്? പിന്നെ അപ്പനും മോളും കൂടെ ചേർന്ന് വേല ഇറക്കരുത്, മര്യാദക്ക് പണ്ടം ചെയ്യണം. ഭർത്താവ് ഈ കായങ്ങൾ കൊച്ചു ആവശ്യമാണ്. நீங்க ரொம்ப நல்லா இருக்கட்டும். ഇവിടെ മനുഷ്യൻ അന്തം പെട്ട് அந்த விழானை கொண்டு போனதே உண்டு. നിന്റെ കല്ലറിന്റെ അകത്ത് വെച്ച് കൂട്ടിയിട്ട് സാധാരണങ്ങളാണ്. കല്ലറിന്റെ അകത്ത് കിടക്കാൻ ഒക്കോളാം. കർത്താവാ, പാവത്തുങ്ങളുടെ കരണ്ട് പിടുങ്ങി
കലറിന്റെ അകത്ത് വെക്കണമെന്ന് ഏത് കർത്താവിടാ പറഞ്ഞിരിക്കുന്നത്? ഷെയ്ത്താന്. നമ്മൾ ഇവനിട്ടൊന്ന് കൊടുക്കട്ടെ ഉസ്താദേ. ബാബാ ഉണ്ടാണ്ടിരി. ഈ പണ്ടങ്ങളെല്ലാം ഇന്ന് തന്നെ ഇതിന്റെ ഉടമസ്ഥന്മാർക്ക് കൊണ്ട് കൊടുക്കണം. എടുത്തോണ്ട് വരി. നിന്റെ കല്ലറന്റെ അകത്ത് കൊച്ചുണ്ട് കിടക്കില്ലല്ലേടാ. വിറവാലൻ കുരുവി ഞാനൊരു കുറിമാനം തന്നെങ്കിൽ, വിറവാലൻ കുരുവി ഞാനൊരു കുറിമാനം തന്നെങ്കിൽ, മറ്റാരും കാണാതെ നീ മണിമാരൻ നൽകാമോ? മറ്റാരും കാണാതെ നീ മണിമാരൻ നൽകാമോ? വിറവാലൻ കുരുവി. കുഞ്ഞാറ്റ കിളിയെ ഞാനൊരു കിന്നാരം ചൊന്നെങ്കിൽ, കുഞ്ഞാറ്റ കിളിയെ ഞാനൊരു കിന്നാരം ചൊന്നെങ്കിൽ, ചെവിയോടിരു ചെവിയറിയാതെ അവിടെ പോയി ചൊല്ലാമോ? ചെവിയോടിരു ചെവിയറിയാതെ അവിടെ പോയി ചൊല്ലാമോ? വിറവാലൻ കുരുവി. പാടത്തെ കാറ്റേ ഞാനൊരു പട്ടുറുമാൽ തന്നെങ്കിൽ, പാടത്തെ കാറ്റേ ഞാനൊരു പട്ടുറുമാൽ തന്നെങ്കിൽ, തോഴന്റെ പിറകിൽ ചെന്നാ തോളത്തത് ചുറ്റാമോ? തോഴന്റെ പിറകിൽ ചെന്നാ തോളത്തത് ചുറ്റാമോ? വിറവാലൻ കുരുവി ഞാനൊരു കുറിമാനം തന്നെങ്കിൽ, മറ്റാരും കാണാതെ നീ മണിമാരൻ നൽകാമോ? മറ്റാരും കാണാതെ നീ മണിമാരൻ നൽകാമോ? വിറവാലൻ കുരുവി. മാടത്തി പ്രാവേ നെയ്യാമാരനെ കാണുമ്പോൾ, മാടത്തി പ്രാവേ നെയ്യാമാരനെ കാണുമ്പോൾ, പെരുന്നാളിന് നെയ്ച്ചോറുണ്ണാൻ വിരുന്നിന് വിളിക്കാമോ? പെരുന്നാളിന് നെയ്ച്ചോറുണ്ണാൻ വിരുന്നിന് വിളിക്കാമോ? വിറവാലൻ കുരുവി ഞാനൊരു കുറിമാനം തന്നെങ്കിൽ, മറ്റാരും കാണാതെ നീ മണിമാരന് നൽകാമോ? മറ്റാരും കാണാതെ നീ മണിമാരന് നൽകാമോ? വിറവാലൻ കുരുവി. ഇമ്മിണി ചിരിച്ചാലെ കൊണ്ട് ഇമ്മിണി കരയേണ്ടി വരും. ശരിയാ നബീസ, നിക്കാഹ് കഴിഞ്ഞാല് ഇതുപോലെ നമുക്ക് ചിരിക്കാൻ ഒക്കൂല. അതിന് നിക്കാഹ് കഴിഞ്ഞിട്ട് വേണ്ടേ? നിന്റെ ഇക്കാക്കനോട് പറഞ്ഞൂടെ നമ്മുടെ നിക്കാഹ് ബാങ്ക് കഴിപ്പിക്കാൻ? ഇങ്ങോട്ട് പറഞ്ഞൂടെ? അല്ലോ നമ്മൾ പറയില്ല. ആ, അതിന് നമ്മള് സൂത്രം പറയട്ടാ. ഇത്താത്താന്റെ അടുത്ത് നമ്മുടെ നിക്കാഹ് കാര്യം പറഞ്ഞാലെ കൊണ്ടെന്താ? ഞമ്മളാണിത് പറഞ്ഞത് നിക്കാക്ക് അറിഞ്ഞാല് വേണ്ട വേണ്ട ഞമ്മ പറയില്ല. പറയില്ലെങ്കിൽ വേണ്ട, നമ്മുടെ നിക്കാഹും നടക്കൂല. നബീസക്ക് വേണമെങ്കിൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. നബീസ എന്ത് നബീസ? ഞമ്മളൊരു വൈപോക്ക മനസ്സായി എന്റെ കുടിയാനെ എന്റെ പറമ്പിൽ വെച്ച് തല്ലുന്ന ചോദിക്കാറില്ല. ഞമ്മളാരെങ്കിലും ആവട്ടെ, തെറ്റെന്താണെന്ന് പറയും. മാമൂലായി 4 ഭർത്താക്കന്മാർ അവന് കൊടുക്കാറുണ്ട്. എനിക്ക് 20 തേങ്ങ പരിക്കിട്ടിരിക്കാണ്. ഇത്രയുള്ള 4 നിങ്ങൾ കൊടുക്കണമല്ല, ബാക്കി 16. 4 മാസം കൊടുക്കണ്ടപ്പ അതിന് മനുഷ്യൻ ഇങ്ങനെ തല്ലണോ? അത് തീരുമാനിക്കാൻ അടിയടാ. അത് വരട്ടെ, അടിയാ മാറിക്കാൻ പറ്റും. ഇതിന് പകരം നിങ്ങൾ കെട്ടിയിട്ട് അടിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ചെയ്യണില്ല. വെക്കല്ലേ വെക്കല്ലേ? എന്താണ് നൊന്താ? വെക്കള്ളി ദൂഷിച്ചോളി.
അല്ല, ഇന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്റെ കൈ കിട്ടിയാൽ ആരാടെ ഉത്തമനെ തിരിച്ചു പോവാ. കൊല്ലം കുഞ്ഞാനെ കേട്ടിട്ടുണ്ടോ? അവനെ പിടിച്ചത് ആരാ? ശങ്കരക്കുറുപ്പനെ കേട്ടോണ മൊട്ട. പത്തനംതിട്ട പത്രോസിനെ പിടിച്ചതാരാ? കാട്ടാക്കട കാർത്തികനെ പിടിച്ചതാരാ? എല്ലാം ഈ ശങ്കരക്കുറുപ്പ് തന്നെയാ. അതൊക്കെ നിങ്ങൾ തന്നെയാണോ? പിന്നെ ഈ ആളുകൾ പറയുന്ന കായംകുളം കൊച്ചുണ്ണി അവന്റെ കൂട്ടുകാരുണ്ടല്ലോ, ഈ കക്ഷത്തിനൊതുങ്ങാനേ ഉള്ളൂ. പിന്നെ കൊട്ടാരക്കര ചട്ടമ്മെ പിടിച്ചപ്പോ അവൻ കട്ടാരി മുറി ഒരൊറ്റ വരവാ എന്റെ മുമ്പിലേക്ക്. ഞാൻ ആ കട്ടാരിക്ക് ഉന്നം വെച്ച് ഒരൊറ്റ പിടുത്തോ താഴെ പിടിച്ചതാരാ? ഞാനാ. വീട്ടിന്റെ വടക്ക് പുറത്തുനിന്ന് ചൂളം അടിക്കുന്നത് ഞാനാ. കല്ലടയാ എന്റെ സ്വദേശം. ഏത് നരകായാലും കൊള്ളാം, അല്പം മര്യാദ ഒക്കെ വേണം. അത് നമുക്ക് രണ്ടുപേർക്കും വേണം. ഇറങ്ങണ വരട്ടാതെ ജാനകി, ഇത് കല്ലട കൊച്ചുനാണുവാ. താൻ എന്തുദ്ദേശിച്ചാണ് ഈ മാലിയാടി വന്നത്? അയ്യോ, അതറിയില്ലേ? ദുരുദ്ദേശം. താൻ വന്നതുപോലെ പോകുന്നുള്ള ലക്ഷണം ഇല്ല. വളരെ നല്ലത്. അങ്ങനെ പോവരുതെന്നാണ് ആഗ്രഹവും. ഇവിടെ ആളുകളില്ലാത്ത വീടാണെന്ന് കരുതി അത് ഇവിടെ ആണുങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഉണ്ടെങ്കിലേ അതെന്റെ ഇഷ്ടമാടാ. ജാനകി, പണമാണ് ആവശ്യമെങ്കിൽ അതെന്റെ കയ്യിലുണ്ട്. ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ഉണ്ടെങ്കി നിന്റെ കയ്യിൽ വെച്ചോ, നിന്റെ അമ്മയുടെ ചാക്കാരൊക്കെ എടീ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഈ പുരയ്ക്ക് ഞാൻ തീ വയ്ക്കും. തീയും കൊണ്ട് വാ. കൊണ്ടുവരുമടി, വരും. ഇന്ന് രാത്രി തന്നെ വരും. പോടാ. എന്റെ കൂടെ ഒരു വലിയ ആള് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അധികം നേരം ഇവിടെ ഇരിക്കാൻ ഒക്കില്ല. ആ മുണ്ടി എടുത്തിട്ടായിരുന്നു. അല്ലേ ഏമാനായിരുന്നോ? യജമാനനോ? അല്ല, ഇത് യജമാനൊന്നുമല്ല. ജാനകി കുട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി മാത്രം എന്നെ കരുതിയാണ്. എന്റെ വീട്ടുകാരി കഴിഞ്ഞ ഒരു വർഷക്കാലമായി കിടപ്പിലാണ്. സത്യം പറയാമല്ലോ, എനിക്ക് ഇച്ചിരി പാല് കാച്ചി തരാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ. എന്താ കാച്ചുള്ളേ എന്ന് പറയാൻ വയ്യ. ഞാനിപ്പോഴും മല പോലെ നിൽക്കുമ്പോഴും എല്ലാം ഈശ്വര നിശ്ചയം. ഇതൊന്നും ഈശ്വര നിശ്ചയമല്ല ജാനകി കുട്ടി, എന്റെ നിശ്ചയമാണ്. നാട്ടുകാർ 4-3 ഒക്കെ പറയും. പറയും. ഐശ്വര്യമായിരിക്കുന്നത് ഏമാനെ പറ്റി പറയുന്നവരെല്ലാം പറയുന്നത് ഞാനാ. പക്ഷെ ഒരു കാര്യം, കൊട്ടും നാക്കനും ഒക്കെ ആയിട്ട് വലിയ ആർക്കുമായിട്ടൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വല്ല നിർബന്ധമുണ്ടോ? പക്ഷേ ജാനകി കുട്ടി എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ആ കൊച്ചുണ്ണി ഇവിടെ കൂടെ വരാം. വന്നാതെ അവിടെ നിൽക്കുള്ളൂ. ഇത് വീട് വേറെ അമ്മാനെ. അല്ല, അത് പിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ലയോ. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് വശത്താക്കണം. അവനെ പിടിച്ചെടുപ്പിച്ചാൽ പിറ്റേ ദിവസം ഞാൻ ആരാകുമെന്നറിയാമോ? ദിവാൻ പേർക്ക. പിന്നെ ഇരട്ടക്കുതിര കിട്ടിയ ഫീറ്റൻ വണ്ടിയിലാണ് ഞാനും ജാനകിക്കുട്ടിയും കൂടെ സവാരി. എന്താ പാച്ചുള്ള കുളിര് കോരിയിടുന്നു. ഈ കൊഴുത്ത കൈകൾക്ക് മാത്രമേ കൊച്ചുണ്ണിയെ പിടിക്കാൻ ശക്തിയുള്ളൂ. പിന്നെ പറയാനുണ്ടോ? തൽക്കാലം ഇരിക്കട്ടെ ജാനകിക്കുട്ടി, വെച്ചോളൂ. കൊച്ചുണ്ണിയുടെ ഭാര്യയായിരിക്കും അല്ലേ? അതെ. കുടി കിട്ടിയില്ലല്ലോ. അങ്ങോട്ടിരിക്കേ. ഇരിക്കാനൊന്നും നേരമില്ല. കൊച്ചുണ്ണി ഇവിടെ ഇല്ലേ? പെരുത്ത് നാളായി വീട്ടിൽ വന്നിട്ട്. പേര് പറഞ്ഞില്ലല്ലോ. ജാനകിക്കുട്ടി എന്നാ എന്റെ പേര്. വീട് വാഴപ്പള്ളിയില. വാഴപ്പള്ളി ജാനകിയാ? വാഴപ്പള്ളി ജാനകി. നിങ്ങൾ എന്തിനിവിടെ വന്ന്? അത് കൊള്ളാം. എനിക്കിവിടെ വരാൻ പാടില്ലേ? കൊച്ചുണ്ണി എവിടെ പോയി അത് പറ. നിങ്ങൾ ആരാണോ ചോദിക്കാൻ? എന്താടി, നിനക്കെന്നെ തല്ലണോ? വേണം, പക്ഷെ കൈകൊണ്ടല്ല, ചൂലുകൊണ്ട്. ഞാൻ ആരാണ് നിങ്ങൾക്ക് അറിയാമോ? അതിനാട്ടിലെ ആണുങ്ങൾക്ക് അറിയാവൂ. ഞമ്മക്കൊന്നറിയാം. വയറ്റിക്കണ്ണിയായ ഇത്താത്തെ
കണ്ണീര് കുടിപ്പിക്കുന്ന ഇബിലീസാണ് നിങ്ങളെന്ന്. എടി എടി, മാനം വേണമെങ്കിൽ മുണ്ടിപ്പോകരുത്. ഇത് കൊച്ചുണ്ണിയുടെ കൂടപ്പുറപ്പാണ്. പോയി എടി, മൂർഖം പാമ്പനെയാണ് ഈ നോച്ചു വിട്ടത്. ഓർമ്മിച്ചോ? ആ, ഓർമ്മിച്ചു. കാലവും കർമ്മവും ഒക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാമ്പാട്ടി വരും. അന്നവൻ ആ പാമ്പിന്റെ വിഷപ്പല്ല് വലി ചൂരിയെടുത്തുള്ളൂ. നബീസ, നബീസ, എന്ത് വേണം നബീഷ? പിണങ്ങിയോ? അത് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത്തത്തേക്ക് സുഖമുണ്ടാ? ഓ, എന്തൊരൻപ്! ഇത്താത്ത ഈ വീട്ടിന്റെ അകത്ത് കിടന്ന് പെരുത്ത് കഷ്ടപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞ? ഇക്കാക്ക വരാറേയില്ല. ഇത്താത്ത ഒരാൺകൊച്ചിനെ പെറ്റത് നിങ്ങൾ അറിഞ്ഞ? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനറിയണം? എന്ത് ചെയ്യണമെന്ന് ഒരു പുടിയും കിട്ടാതെ ഞമ്മള് കിടന്ന് പെട്ട പാട് നിങ്ങൾക്കോ ഇക്കാക്കാനോ അറിഞ്ഞുകൂടാ. പക്ഷേ പടച്ചോനിക്കറിയാം. ഒന്ന് ക്ഷമിക്കണം നബീസ, നമ്മൾ ചില കാര്യങ്ങൾ പ്രമാണിച്ച് ഒന്ന് ചുറ്റിക്കറങ്ങേണ്ടി വന്നു. ഇനിയെങ്കിലും നിങ്ങൾ ചുറ്റിക്കറങ്ങൂലെന്ന് നമ്മൾ വിചാരിച്ച്. ആര് കന്നഡ നാണുവാ? ആ നമുക്ക് പറഞ്ഞ ഈ പിറകെ തീ വെക്കുമെന്ന്. നിങ്ങൾ എന്താണ് പിള്ളേ നമ്മളെ പേര് പറയാത്തത്? അവന്റെ വയറ്റിന്റെ അവത്ത് തീകത്തുമല്ല. ഞാൻ എങ്ങനെയാ മുതലാളിയുടെ പേര് പറയണം? എന്താണ്? ഓ, അതിനുള്ള അവകാശം എനിക്കുണ്ടോ? ഏഴകണ് ജനപ്പിള്ള, നിങ്ങളുടെ ഈ കള്ള നോട്ടം ഉണ്ടല്ല, ഇതാണ് എല്ലാ ആപത്തും വരുത്തി വെക്കണത്. മനുഷ്യനെ ശൈത്താനാക്കണ ഒരു നോട്ടം. പറയുമ്പോ എല്ലാം പറയണല്ലോ മുതലാളി. ഉം. ഒരുമാതിരിയുള്ളവരെല്ലാം എന്റെ ഈ ഒരു ഒറ്റ നോട്ടത്തിലിരിക്കും, മുതലാളി ഒഴിയെ. ഞമ്മളെവിടെ? ഞമ്മക്ക് ഈ ദുനിയാവിന്റെ അവത്ത് ഒരൊറ്റ നോട്ടമേ ശീലായി തോന്നിയിട്ടുള്ളൂ. ആരുടെ നോട്ടം എന്ന് ചോദിക്കേ? ആരുടെയാ? നമ്മുടെ ഐസാന്റെ ജനപിള്ള എന്താ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇനിയെങ്കിലും ഇത്തിരി മാനം മര്യാദയായി ജീവിച്ചാൽ നല്ലത്. നിങ്ങൾക്ക് തന്നെ നല്ലത്. ആ, ഇപ്പൊ എനിക്ക് ഈശ്വര വിചാരം മാത്രമേ ഉള്ളൂ. വേഷ്, മറ്റെല്ലാ വിചാരത്തിനേക്കാളും പെരുത്ത് നല്ലത്. പെരുത്ത് നല്ലത്. പക്ഷെ എന്ത് ചെയ്യാം? പാടെ വിധിയെന്നും വെച്ച് ജീവിക്കാന്ന് വെച്ചപ്പോ ഈ ചട്ടം പേര് വിടുന്നില്ല. വീട്ടിന് തീ വയ്ക്കും പോലും. നമ്മൾ ഉയരോടിരിക്കുമ്പോഴാ അതിന് ചുണയുള്ളവരെ ഈ ദുനിയാവിന്റെ അകത്ത് ഉണ്ടാവില്ല. നിങ്ങൾ പേടിക്കാതിരിക്കേ, അമ്മറിഞ്ഞ് വരട്ട്, നമ്മൾ നോക്കിക്കൊള്ളാം. എന്റെ ഈശ്വര, എനിക്ക് ഇപ്പോഴാണ് ധൈര്യമായത്. മോലാലി, കുടിക്കാൻ കുറച്ച് പായസമെങ്കിലും കൊണ്ടുവരട്ടെ. വേണ്ട പിള്ളേ, ഞമ്മക്ക് നോമ്പാണ്. എന്നെ കൊണ്ട് ഇനി നടക്കാൻ വയ്യ. അയ്യോ എടീ, സ്ഥലം ഏതാണെന്നറിയാമോ? വവ്വാക്കാവാ. ഏത് കാവായാലും ശരി, എന്നെ കൊണ്ട് ഇനി ഒരടി നടക്കാൻ വയ്യ. അയ്യോ, അമ്മേ, നാശമായല്ലോ. അയ്യോടി, ഏതാണ്ടൊക്കെ അനങ്ങുന്നുണ്ടടി. ഒന്ന് നടക്കാം, നമുക്ക് വല്ല വിധത്തിൽ ഒന്ന് നടക്കാം. ഓ, എനിക്ക് വയ്യെന്നോ. അയ്യോ, ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾ വഴിപോക്കരാണ്. അങ്ങനെ ഇതിലെ വഴിപോക്കണ്ട. എന്താണ് ഈ പാണ്ടൊക്കെ? എന്റെ പൊന്നോടെ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളെ ഉപദ്രവിക്കരുത്. അമുക്കുകളെ, ഇത് പവകാവാണെന്നും കായംകുളം കൊച്ചുണ്ണിന്റെ താവളമാണെന്നും അറിയാവാ? അയ്യോ, ഞങ്ങൾ പാവങ്ങൾ, ഞങ്ങൾ കരുതാവപ്പള്ളിന്ന് വരുന്നവരാ. ഞങ്ങൾക്ക് 3-4 പെൺകൊച്ചുങ്ങളുണ്ട്. അതുങ്ങളുടെ കെട്ട് കല്യാണത്തിന് കുറച്ച് കാശ് ചോദിക്കാൻ അമ്മാവന്റെ വീട് വരെ പോയിച്ച് വരുക. എന്നിട്ട് കിട്ടിയാ? ഒരു കാശ് പോലും തന്നില്ല. കൊച്ചുണ്ണിന്റെ സംഗീതമാണെന്ന് അറിഞ്ഞിട്ട് ഈ വഴി വന്നതെന്താണ്? അപ്പൊ നിങ്ങളുടെ കൊഴുപ്പാണ്. ആ കായംകുളം കൊച്ചുണ്ണി വരുന്നതിന് മുമ്പേ ഞങ്ങളെ വിട്ടേക്കണേ. എന്താണ് കൊച്ചുണ്ണി എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഭയം വേണം? അയ്യോ, കൊച്ചുണ്ണി വന്നാൽ ഞങ്ങളെ കൊന്നുകളയും. ഞങ്ങളെ രക്ഷിക്കണേ. അമ്മേ, നിങ്ങൾ പേടിക്കണ കായങ്ങളും കൊച്ചുണ്ണി ഈ ഞമ്മളാണ്. ഉടുക്കാനില്ലാണ്ട്, കുടിക്കാൻ കഞ്ഞിയില്ലാണ്ട്, ബസ്സൊന്ന് സാഹാറായി കിടക്കുമ്പോ ഞമ്മളെ കൊണ്ടുവന്ന് കഞ്ഞി നിന്നും വളർത്തിയത് നിങ്ങളാണ്. അറിയാവാ? കൊച്ചുണ്ണി, ആ,
ഞാൻ വളർത്തിയ കൊച്ചുണ്ണി. അമ്മേന്റെ കൊച്ചുണ്ണി. എന്റെ കൊച്ചുണ്ണി. ആ കൊച്ചുണ്ണിയാണ് നമ്മള്. അമ്മേ, അമ്മ പേടിക്കല്ലേ. കൊച്ചുണ്ണി പലതിനു വേണ്ടിയും പലതും ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. പക്ഷേങ്കിൽ അമ്മേന്റെ കൊച്ചുണ്ണി സ്നേഹമുള്ളവനാണമ്മേ, സ്നേഹവും കൂറുമുള്ളവനാണമ്മേ. അമ്മേ, നമ്മൾ പെരുത്ത് ഭാഗ്യം ചെയ്തവനാണ്. എന്താണെന്ന് ചോദിക്ക്. നമ്മുടെ അമ്മേനെ വീണ്ടും കാണാമെന്ന് നമ്മൾ നനച്ചതല്ല, ഇപ്പൊ ഈ കണ്ട് പെരുത്ത് സന്തോഷമുണ്ട് ഞമ്മക്ക്. ആ, നീ വന്ന ഇതാ ആവശ്യമുള്ള പണം ഇതിലുണ്ട്. അമ്മ കുടിക്കുന്നു. അമ്മേന്റെ കൊച്ചുണ്ണിയാണ് പറയണത്. ഈ തടി നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇതാ പിടിക്ക്. പോയി സന്തോഷമായി കെട്ടുകല്യാണെല്ലാം നടത്തി. എപ്പോഴും നമ്മളെ ആവശ്യമുണ്ടോ അപ്പൊ കൊച്ചുണ്ണി അവിടെ ഉണ്ട്. കൊച്ചുണ്ണി, അന്ന് ഞാനെന്തോ ഒന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പരിഭവമായിട്ട് തോന്നരുത്. പരിഭവമാ? നിങ്ങൾ എന്താണ് പാവുന്നത്? ഞമ്മളപ്പയ്യാണെന്ന് മറന്ന് പോയി. ഇത് നമ്മുടെ അമ്മയാണ്. അതിർത്തി വരെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. ആ, നമ്മുടെ അമ്മ പോയിച്ചു വരി. എങ്കിലും ഉസ്താദ നമ്മൾ ഇതെല്ലാം കൊടുത്തു വിടണോ? നമുക്ക് ജാനകിപ്പിള്ളേ, നിങ്ങൾ അകത്ത് പോയി കിടക്കി. അയ്യോ, എനിക്ക് പേടിയാവുന്നു. ജാനകിപ്പിള്ളേക്കും പേടിയാ. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? തീവപ്പുകാരെ വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട. നമ്മളിവിടെ പുറത്തുണ്ട്. അയ്യോ, പുറത്ത് നല്ല തണുപ്പാണല്ലോ. തണുപ്പാണപ്പാ നമുക്ക് പെരുത്ത് ഇഷ്ടം. നിങ്ങൾ പോയി കിടക്കി. നമ്മൾ ചീത്ത സുപ്രമുണ്ട്. ഇക്കാക്കാനെ പോലീസ് പിടിച്ചു. ഇക്കാക്കാന് രാവത്തും വരൂല്ല. ഞങ്ങളുടെ മനസ്സിന്റെ അകത്തെ വിഷമമാണ്. കിടന്നുറങ്ങിക്കോളി. പതുങ്ങി പതുങ്ങി പോണാണ് എനിക്കറിയാം കേട്ടോ. മനസ്സിലാക്കിക്കോന്ന്. ഏമാമാരൊക്കെ എവിടെയെന്നാ? കൊച്ചുണ്ണിയെ പിടിച്ച് തന്നതിന് ശേഷം ഒരു കാക്ക പോലെ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നില്ലല്ലോ. കാര്യം കഴിഞ്ഞാൽ കമ്മാളം പുറത്ത്. സഹിച്ചിരാമൻ ഇന്നലെയും ജാനകിപ്പിള്ളയുടെ കാര്യം പറഞ്ഞു. എനിക്ക് ഈ നനഞ്ഞ വർത്താനൊന്നും കേൾക്കണ്ട. മര്യാദക്ക് 4 പേരറിയാൻ എനിക്കൊരു പുടവ് തരാൻ ഏമാനോട് പറയണം. ഏമാൻ കൊച്ചുണ്ണിയായിട്ട് തിരുവനന്തപുരത്ത് പോണു. തിരികെ വരുന്നത് പേഷ്കാരായിട്ടായിരിക്കും. ഉടനെ ഈ മംഗളകൃത്യം നടത്തും. അതോ അതിന് മുമ്പ് നടത്തണോ? അതെങ്ങനെ ഒക്കും? അതൊക്കെ ഒക്കും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് തഹസിൽദാരാമാൻ കൂടി വന്നിരുന്ന് നമ്മുടെ കാര്യമൊന്നും മംഗളകരമായി നടത്തുന്നല്ലേ ഒരു അന്തസ്ത്. നമ്മുടെ കാര്യം അപ്പൊ എന്നെ സംബന്ധം ചെയ്യാൻ പോണ ആരാ? ആര് ചെയ്യണം? തഹസിൽദാരാമാൻ ചെയ്യും. ജാനകിപ്പിള്ളയുടെ പട്ടിയെ ഞാൻ എന്റെ വടി കൊണ്ട് തല്ലുന്നു. അപ്പൊ തല്ലിയത് വടിയോ ഞാനോ? അണ്ണൻ വടി കൊണ്ട് തല്ലി. അതുപോലെ തന്നെ ഇതും. ജാനകിപ്പിള്ളയെ തഹസിൽദാരാമാൻ സംബന്ധം ചെയ്യുന്നു. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിക്കും. എരപ്പാളി, ഞാൻ തന്നെ സംബന്ധം ചെയ്യിച്ച് പിടിപ്പിക്കാൻ.
എടാ ചേന, എടാ ചേന, എങ്ങനെ ഉണ്ടടാ നിന്റെ ഇഷ്ടിയ കച്ചവടമൊക്കെ? എന്നാ പറയാനാ മാളവരെ, വളരെ മോശമാ. എടാ ചേന, നമ്മുടെയൊക്കെ ഒരു കാലക്കിടങ്ങ് നീ കായങ്ങളും കുഞ്ഞ പോലീസുകാരെ പിടിച്ചു. ഈശ്വരൻ നാടാ രക്ഷിച്ചു. ഇപ്പോ ഹരിപ്പാട്ട് ടാണാനകത്തിരുന്ന് ചൊറി കുത്തുക ആട്ടുക. മനുഷ്യപ്പറ്റുള്ള ഒരാളെങ്കിലും ഉണ്ടായിരുന്നു. പാവങ്ങളായ ഞങ്ങളുടെയൊക്കെ വിധി. എടാ നോക്ക്, കള്ളനെ എന്നായാലും ജയിലാട്ടോ. നിങ്ങൾക്കൊക്കെ കൊച്ചുണ്ടി കള്ളനാ, പക്ഷേ ഈ പാവങ്ങളായ ഞങ്ങൾക്ക് കൊച്ചുണ്ണി ഒരു ബന്ധുവാ. കൊച്ചുണ്ണി എന്ന് പറഞ്ഞ ഒരാളിവിടെ ഇല്ലായിരുന്നില്ലേ, ഞങ്ങളുടെ എല്ലാം കൂര. നിങ്ങൾ ജന്മിമാര് തീ വെച്ച് നശിപ്പിക്കുമായിരുന്നു. ഒരിഞ്ഞ വയറ്റിൽ വെള്ളമൊഴിക്കാൻ പണക്കാരും മെനക്കെടാറില്ല. എടാ ഭവീതിൽ വേണം സംസാരിക്കാൻ. നിന്റെ ദൈവം പോലീസ് സ്റ്റേഷൻ അകത്താ, അത് മനസ്സിലാക്കണം. ചുമ്മാതിരിക്കെ പേടിപ്പിക്കരുത്. കൊച്ചുണ്ണി ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഹരിപ്പാട്ട് ഡാണാവിലല്ല, ഏത് നരകത്തിൽ കൊണ്ടടച്ചാലും കൊച്ചുണ്ണി തിരിച്ചു വരും. അന്ന് കാണാൻ കളി. കായംകുളം കൊച്ചു അവനെ പിടിക്കാൻ ഈ രാജ്യത്ത് ആരില്ലത്രേ. ഏതായാലും ഉടൻ തന്നെ അവനെ തിരുവനന്തപുരത്ത് എത്തിക്കണം. അകമ്പടിക്കായിട്ട് ഒരു 15 വെള്ളമരിക്കണം. തീവെട്ടി പിടിച്ച് പെരുമ്പറ പൊട്ടി ആഘോഷമായിട്ട് വേണം അവനെ കൊണ്ടുപോകാൻ എന്നാണ് തഹസിൽദാരുടെ ഉത്തരവ്. നാട്ടുകാർ അറിയട്ടെ അവന്റെ ഉത്തരവും കുറഞ്ഞെന്ന്. കൊച്ചു പോയി. പടച്ചോണ്ടി കിറുപ്പകൊണ്ട് നിന്നെ കിട്ടി പൊന്നിൻ കട്ടി നീയുറങ്ങ് കുഞ്ഞു മോനെ നീയുറങ്ങ് കുഞ്ഞു മോനെ മിഴി നീട്ടി നോക്കുന്നിൻ്റെ നോക്കി ചിരിക്കുന്നിൻ്റെ മിഴി നീട്ടി നോക്കുന്നിൻ്റെ നോക്കി ചിരിക്കുന്നിൻ്റെ ബാപ്പാ വരുമേ ഇപ്പം കൊണ്ട തരുമേയപ്പം നീയും ഉറങ്ങിടൽപ്പം എൻ്റെ മോനെ അണിമുത്ത് മണിയൊത്ത മോനല്ലേ എൻ്റെ കൽബിൽ കനി തൂകും തേനല്ലേ കരയല്ലേ കരയല്ലേ ഉമ്മാണ്ടി കുഞ്ഞി കരളല്ലേ പുന്നാര മോനല്ലേ താമര പോലത്തെ നിൻ കരത്തിൽ ഒരു കുഞ്ഞി വളയിട്ട് കാണാനും കുഞ്ഞറയിൽ വെള്ളി നൂൽ കെട്ടാനും ഇന്ന് കൊതിയുണ്ട് ഗതിയില്ല പൂമോനെ ഒരു നല്ല കാലം നിണ്ടുപാനും വരുമന്നേരം സാധിക്കാമെല്ലാമേ കരയല്ലേ കരയല്ലേ ഉമ്മാണ്ടി കുഞ്ഞി കരളല്ലേ പുന്നാര മോനല്ലേ പട
കൊണ്ട് നിന്നെ കിട്ടി പൊന്നിൻ കട്ടി നീയുറങ്ങ് കുഞ്ഞു മോനെ മിഴി നീട്ടി നോക്കുന്നെന്തേ നോക്കി ചിരിക്കുന്നെന്തേ ബാപ്പ വരുമേ ഇപ്പം കൊണ്ട് തരുമേയപ്പം നീയുന്നുറങ്ങിടൽപ്പം എൻ്റെ മോനെ മോനെ. ഐസ, നിങ്ങൾ വന്ന് നിങ്ങൾ എങ്ങും പോകരുത്. രാവും പകലും ഞങ്ങളുടെ ഭാരവും കാത്തു കാത്തു ഞമ്മളിരുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ കാണാൻ പോലും നിങ്ങൾ വന്നില്ല. ഇതാ നോക്ക് നമ്മുടെ കുഞ്ഞ് നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കണം. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പടച്ചു എനിക്കറിയാം. നമ്മൾ പെരുത്ത് പാപങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പുണ്യം പടച്ചോന്ന് എനിക്ക് തരും മോനെ, എനിക്ക് തരും. പക്ഷേ നിന്റെ ബാപ്പ തെറ്റുകൾ ചെയ്താണ് പാപങ്ങളെ സഹായിച്ചത്. എന്റെ പൊന്നുമോ തെറ്റ് ചെയ്യാണ്ട് വളർന്ന് വലിയവനായി ഈ ലോകം മുഴുവനും ഈ ദുനിയ മുഴുവനും നന്നാക്കണം. അങ്ങനെ ഈ ബാപ്പാന്റെ ആശ എന്റെ പൊന്നുമോ നിറവേറ്റണം, എന്റെ പൊന്നുമോ നിറവേറ്റണം. നബീസ, നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു ആ ജാനകിയുടെ കൂട്ടുകെട്ടി കൊള്ളൂലെന്ന്. ആയിഷ, നമ്മൾ നിനക്ക് സത്യം ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ ആ ഇബിലിസിനെ സഹായിക്കാൻ നമ്മൾ പോയി. നമ്മളൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളെ തേടി പോലീസുകാർ ഓടി നടക്കുകയാണ്. പിടിക്ക് കാതറെ, നിങ്ങൾ നല്ല നേരത്തിന് തന്നെ വന്ന് എങ്ങു നിന്നോ വന്ന നിങ്ങളെ ഇന്ന് നമ്മളെ കുടുംബത്തിലൊരാളാണ്. നിങ്ങളെ നമുക്ക് പെരുത്തി പിടിച്ചിരിക്കുന്നത്. പിള്ളേ നബീസ വരി. ഖാദറെ, നബീസാനെ നമ്മൾ നിങ്ങൾക്ക് തരിക. അവളെ കരയിക്കില്ല. നമ്മളെ കെട്ടിയോളെ നമുക്ക് വേണ്ടി പെരുത്ത് കരഞ്ഞിട്ടുണ്ട്. അവളെ നിങ്ങളുടെ കൂടപ്പുറപ്പായി കരുതി ഈ കുടുംബത്തെ നിങ്ങൾ കാക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? ഇക്ക എങ്ങും പോവരുത്. ഞമ്മക്ക് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട് പിള്ളേ. നിങ്ങൾ ഒരു തൊഴിലിനും പോകണ്ട. ഇല്ല പിള്ളേ, നമ്മുടെ ലക്ഷ്യം നിങ്ങൾക്കെല്ലാം അറിയാം. അവസാന നിമിഷത്തില് കായങ്ങളും കുച്ചുണ്ണി പരാജയപ്പെട്ടുകൂടും. പോലീസുകാർ അവന്റെ കഥ കഴിച്ചിരിക്കും. ഇല്ലെങ്കിൽ തന്നെ ഇനി അവനിങ്ങോട്ടില്ല. ജയിലിൽ കിടന്ന് ചാകത്തേ ഉള്ളൂ. ഓ, എവിടെയെങ്കിലും കിടന്ന് തൊലയട്ടെ. എന്തൊരു ശല്യമായിരുന്നോ. അയാൾ ഇവിടെ കാണുമെന്ന് പേടിച്ച് മറ്റൊരു മനുഷ്യൻ ഈ വഴി തിരിഞ്ഞു നോക്കൂ. എന്നാ വന്നാലോ ഇല്ലാത്ത ചോറും കറിയും എല്ലാം ഞാൻ വെച്ചു കൊടുക്കണം. ഇരുന്ന് മൂക്ക് മുട്ട തിന്നു. പിന്നെ വെളുക്കുന്നത് വരെ വർത്തമാനം തന്നെ. എന്നാ പോകുമ്പോ ഒരു തുട്ടെങ്കിലും ഇട്ടേച്ച് പോവോ? അതും ഇല്ല. നന്ദി കേട്ടവൻ. ഹോ, തീർന്നല്ലേ ശല്യം. തീരാൻ പോണതേ ഉള്ളൂ. ആഹാ, നിങ്ങളാണ് നീങ്ങിക്ക്. കഴിഞ്ഞിട്ട് ഇത്ര കാലമായി? 2 കൊല്ലം. ഇപ്പോഴ് നിങ്ങളെ കെട്ടിയോട് കണ്ണിൽ എണ്ണയും വെച്ച് നിങ്ങളെ കാത്തിരിക്കുകയാണ്. നമുക്ക് ഓ ശരിക്കാതെ എത്ര കുടുംബങ്ങളെ തുറച്ച് ശരിയാണത്. എന്റെ മോനാളി, ഇത് എങ്ങനെ തടവ് ചാടി? പടശം വഴിയുണ്ടാക്കി. ഞമ്മള് തടവ് ചാടിയാലേ നിന്റെ ആയുസിന് അറിഞ്ഞു വരത്തുള്ളൂ. ചുമ്മാ അതും ഇതും പറഞ്ഞെന്നെ പേടിപ്പിക്കാതെ മോലാളി. പടശം വരെ നിന്നെ കാണാൻ പേടിക്കുമടി. നിന്നെ സഹായിക്കാനെ കൊണ്ടുവന്ന ഞമ്മളെ നീ ശരിച്ച് പറ. നീ കാരണം എത്ര കെട്ടിയോളന്മാര് കിണറ്റി ചാടി ചത്തിട്ടുണ്ട്. നീ കള്ളം ചാരായം വീട്ടിക്കൊടുത്ത് എത്ര കെട്ടിയോന്മാരെ ഹറാമികളാക്കിയിട്ടുണ്ട്. നമുക്ക് ഇബിലിസേ പിടിക്കരുത് ദേശമാനന്മാരെ. നീ ഉയരോടിരുന്നാലെ കൊണ്ട് ഈ നാട്ടിലെ പല കുടുംബങ്ങളും മയ്യാധാരമായി പോകും. അതുകൊണ്ട് നീ മയ്യത്തായി തന്നെ തീരണം. നിന്നെ കൊല്ലാനെ കൊണ്ട് ഈ നാട്ടിലെ വേറെ ആർക്കും കഴിയില്ല, ഞമ്മക്കല്ലാണ്ട്. ഒരു പെണ്ണിനെ കൊല്ലാനെ കൊണ്ട് കൊച്ചുണ്ണിക്ക് പെരുത്ത് വരുത്തമുണ്ട്. പക്ഷെങ്കിൽ ഈ നാട്ടിലെ പെരുത്ത് കുടുംബങ്ങളെയും സർക്കാരിനെയും രക്ഷിക്കാനെ കൊണ്ട് ഞമ്മളത് ചെയ്തു തന്നെ ആവണം. അയ്യോ, എന്റെ പൊന്നുമോനാളി, മിണ്ടാണ്ട് ഈ അടി നമുക്ക്.
ഇല്ല കഥ അടച്ചോടാ. അടച്ചു ഉത്തരം അടച്ചല്ലേ എനിക്ക് ഭയം ഉണ്ടായിട്ടില്ല. പിന്നെ എന്നൊന്നോ ഒന്ന് വരാൻ പോകുന്നു എനിക്കൊരു മനസ്സിനകത്തൊരു ചഞ്ചലം. ഇന്ന് കൊച്ചുണ്ണി നമ്മളെ രണ്ടുപേരെയും തട്ടിക്കളയെന്ന് എനിക്ക് ഉൾപ്പിയിട്ടുണ്ട്. ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരല്ലോ. ഞാൻ ഇവിടെയൊക്കെ വൃത്തിയിടാവും. എന്ത് പറയണോ? ഞാൻ തിരുവനന്തപുരത്ത് പോയിരിക്കാമെന്ന് പറയണോ? ഏമാൻ ഇവിടെ ഇല്ല. തിരുവനന്തപുരത്ത് പോയില്ല. നിങ്ങളാരെയും കൊല്ലാൻ വന്നതല്ല, ഒന്നിട്ട് ഇവരെ ചൊല്ലാനെ കൊണ്ടിട്ട് വന്നതാണ്. ആ വാഴപ്പള്ളി വിരിശിനെ നമ്മൾ കൊന്ന്. ഇനി നമുക്ക് പെരുത്ത് പണിയില്ല. നമ്മൾ വിചാരിച്ചതെല്ലാം നേടി. വെച്ചോളി പിറകെ നേരാണ് മേനെ. പോലീസിന് നമ്മൾ പിടിക്കാൻ ഒരു കാലത്തും കഴിയില്ല. നമ്മൾ പിടി വന്നിരിക്കുന്നു. ഇതാ വെച്ചോളി. എന്താണ് പേടിയാവണ? നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നമ്മളോട് വരാം. പടശോന്ന് നിരക്കാത്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ദിവാൻ സ്വാമിയെ കണ്ട് നമുക്ക് രണ്ടു വാക്ക് ചോദിക്കാറുണ്ട്. അയ്യമ്പ്, ആ ആളുകളുടെ ബഹളം നിങ്ങൾക്ക് നിർത്താൻ സാധ്യമല്ലേ? നിങ്ങൾ ഇത്ര കഴിവില്ലാത്തവരായിപ്പോയല്ലോ. കാര്യമില്ലാതെ ജനങ്ങളെ തല്ലാനൊക്കും. എന്താ കഴിയാല്? എന്താണെന്ന് വെച്ചാല് പെൻഷന് ശേഷം എനിക്ക് നാട്ടിൽ ജീവിക്കണം. കുഞ്ഞിപ്പണിക്കരെ, നാം വളരെ സന്തോഷിക്കുന്നു. എല്ലാം അവിടത്തെ കാരുണ്യം. ആ ഭയങ്കരനെ പിടിക്കാൻ ഞാൻ പെട്ട പാട്. അവനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കട്ടെ. ഓഹോ, ഇവനാണ് കായംകുളം കൊച്ചുണ്ണി അല്ലേ? ഓ, നമ്മൾ തന്നെയാ. മിണ്ടിപ്പോകട്ടെ, സംസാരിച്ചു കൊള്ളട്ടെ. നീ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നും എത്രയാണെന്നും നിനക്കറിയാമോ? നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. ഓഹോ, അപ്പോൾ ജയിലിൽ പോകാൻ തീരുമാനിച്ചു അല്ലേ? അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ല, ഏമാനല്ലേ. കുറ്റം ചെയ്തവന് തൂക്കുമരമാണ് ശിക്ഷ. കുറ്റവാളിക്ക് അർഹിക്കുന്ന ശിക്ഷ വിധിക്കേണ്ടത് കോടതിയാണ്, നിങ്ങളല്ല. ഉത്തരവ് ഏത് കോടതി ഏമാനെ? നീതിയും ന്യായവും നടത്തുന്ന ഈ രാജ്യത്തെ കോടതി. ഏമാൻ പറഞ്ഞ അത് രണ്ടും ഈ ദുനിയാവിലുണ്ടാ, ഈ നീതി ന്യായവും. നമ്മോട് ചോദ്യം ചെയ്യുകയാണ്. ഏമാനെ, ഈ നാട്ടിലെ പാവപ്പെട്ടവന് സർക്കാരിന് കരം കൊടുക്കുന്നുണ്ട്. ഏത് അതുകൂടെ ചേർന്നാണ് ഈ കച്ചേരിന്റെ അകത്തുള്ള ഖജനാവ് നിറയണത്. അത് കൈയിട്ട് പാരിയാല് അതാണ് പകൽക്കൊള്ള, പടശോയി നിറക്കാത്ത കൊള്ള. അപ്പോൾ നിന്റെ പ്രവൃത്തികൾ, അതിന്റെ ഫലം പാവപ്പെട്ടവർക്കറിയാം. നീ ചിലരെ സഹായിച്ചിട്ടുള്ളതായി നമുക്കറിയാം. ഏമാനെ ബോധ്യപ്പെടുത്താനല്ല നമ്മൾ സഹായിച്ചിട്ടുള്ളത്. ഫലം കഴുകുപരമാണ്. ഏമാനെ, പുറംപോക്ക് തനത് പേരിലാക്കുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും കരൾ വരെ കെക്കൂലി വാക്കുന്ന ഗീസിൽ ബന്ധികളും വീട്ടിനകത്ത് കള്ളക്കമ്പട്ട ഉണ്ടാക്കി വെള്ളിപ്പണം അടിക്കുന്ന പഴയരം നിറഞ്ഞ ഈ നാട്ടില് കുഴിച്ചു നിർത്തിയിരിക്കുന്ന കൈകമരമുണ്ടല്ല, നമുക്ക് പുല്ലാണ്. തപ്പിക്കരുത്, പേടിപ്പിക്കാതെ. 12 വയസ്സ് മുതൽ കേൾക്കുന്നതാണ് ഈ ആട്ടിൽ സീറ്റിൽ. ഇവന്റെ മുഴുവനും സർക്കാരിലേക്ക് കണ്ടുകെട്ടട്ടെ. നമ്മളെ മുതൽ കണ്ടുകെട്ടാനെ കൊണ്ട് ഒന്നും ഇല്ല മാനെ. നമ്മളെ വീട് കഴിയാനെ കൊണ്ടുപോലും നമ്മളൊന്നും ഇതുവരെ സമ്പാദിച്ചിട്ടില്ല. പിന്നെ നീ ചെയ്യുകയെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു? ഏതാനും അറിയണോ? പാവപ്പെട്ട ജനങ്ങളോട് ചോദിക്കും, അവര് പറയും കൊച്ചുണ്ണി കഷ്ടപ്പെട്ടത് ആർക്ക് വേണ്ടിയാണെന്ന്. ഏമാനി, ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാണ്ട് കുറെ പേര് കഷ്ടപ്പെടുമ്പോ വേറെ കുറെ പേര് നെല്ലും അരിയും കുന്നുകുന്നായി ചേർത്ത് വെക്കുകയാണ്. ഇത് പറയുന്നത് മുഴുവനും കളവാണ്. ഒരു മുഖത്തോ കൊച്ചുണ്ണിക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ. കൊച്ചുണ്ണിക്ക് പറയാനുള്ളത് എപ്പോഴും എവിടെ വെച്ചും ആരുടെ മുമ്പിൽ വെച്ചും പറയും. ഏമാനി, പാവങ്ങളെ സഹായിച്ചത് തെറ്റാണ്. നിയമം അനുസരിച്ച് നീ കുറ്റക്കാരനാണ്. കണ്ടവന്മാരെ മുതലെല്ലാം തട്ടിയെടുത്തി സമുദായത്തിന്റെ മുമ്പിൽ മാന്യന്മാരായ യോഗ്യന്മാരായി കഴിയുന്ന ചില ഹമുക്കുകളുണ്ടല്ലോ ഏമാനെ,
അവന്മാർ ചെയ്യുന്നിടത്തോളം വലിയ കുറ്റങ്ങളൊന്നും നമ്മൾ ചെയ്യണില്ല. പരസ്യോട് നടക്കാത്ത ഒന്നും ഇതേപോലെ നമ്മൾ ചെയ്തിട്ടില്ല. അമ്മാനെ എത്രയോ കൊലപാതകങ്ങൾ ചെയ്ത മഹാപാപിയാണ് യജമാനെ ഇവൻ. നമ്മുടെ പേരും പറഞ്ഞ് കുറെ കൊള്ളക്കാരും തട്ടിപ്പറിപ്പുകാരും പെരുത്ത് കൊള്ളകളും നടത്തിയിട്ടുണ്ട്. ഞമ്മക്ക് പിടിവിട്ടിയിടത്തോളം അതിനെ അടിച്ചമർത്തിയിട്ടുമുണ്ട്. പക്ഷേ ഞമ്മളും ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. ഉമ്മണി കുടുംബങ്ങളെ ബയ്യാധാരമാക്കിയും സർക്കാരിന് ദ്രോഹിച്ചും കഴിഞ്ഞു വന്ന ആ ബായപ്പള്ളി ബിലിസിനെ നമ്മൾ കൊന്നു. നിയമപ്രകാരം നമ്മൾ തെറ്റ് ചെയ്തു പോയല്ല എന്ന് വിസാരിച്ചാണ് നമ്മൾ പിടികൊടുത്തത്. അല്ലാണ്ട് ഇവരാരും നമ്മൾ പിടിച്ചോണ്ട് വന്നതൊന്നുമല്ല. ആ ഒച്ച കേട്ടാ പാപങ്ങളെ പിടിയാണ് ആ കേൾക്കണത്. ഇത് ഉമ്മണി പെശകാണ് മാനെ, ഉമ്മണി പെശകാണ്. കൊച്ചുണ്ണീനെ കാണാനെ കൊണ്ടാണ് അവർ ബഹളം ഉണ്ടാക്കുന്നത്, ഏമാനെ കാണാനല്ല. ഇവൻ കുറ്റവാളിയാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി അനേകം സൽപ്രവർത്തികൾ ചെയ്യുകയായി നാം മനസ്സിലാക്കുന്നു. ഇവനെ ആ പടിക്കെട്ടിന് മുകളിൽ കൊണ്ടുപോയി നിർത്തൂ. ജനങ്ങൾ കാണട്ടെ, അവർ ശാന്തരാകട്ടെ. അതിനുശേഷം ഇവനെ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കൂ. നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കരുത്. നമ്മൾ തെറ്റ് ചെയ്യാന് നിങ്ങളെയും സർക്കാരിനെയും സഹായിക്കാൻ പാടുപെട്ടു. പക്ഷേങ്കിൽ തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതിനാണ് കൊണ്ട് നമ്മൾ അവസാനമായി പറയുന്നത്, നിങ്ങൾ ആരും തെറ്റ് ചെയ്യാണ്ട് സർക്കാരിനെയും നാടിനെയും സഹായിക്കണം, രക്ഷിക്കാൻ ശ്രമിക്കണം. ഉലകിതു നന്നാക്കും പണ്ഡിത പ്രസംഗം അലയടിച്ചെത്തുന്നു കവലകൾ തോറും. ഉലകിതു നന്നാക്കും പണ്ഡിത പ്രസംഗം അലയടിച്ചെത്തുന്നു കവലകൾ തോറും. പശി തിന്നും വയറിന്നു പഴങ്കഞ്ഞി വിളമ്പാൻ. പശി തിന്നും വയറിന്നു പഴങ്കഞ്ഞി വിളമ്പാൻ തുനിയുന്നവനെ ദേവദൂതൻ. പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു. മനുജന്മ മണ്ണിൽ പണക്കാര് പടച്ചു. പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു.